ഇതാണ് ഒരു മാൻ എൻ. ഒരു മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10,000. ഓക്കെ, 10,000 എന്നിൻ്റെ നോട്ടാണ് ഇത്. കാരണം 9,999 കഴിഞ്ഞാൽ പിന്നെ ഒരു മാനാണ്. 10,000 എന്ന് പറഞ്ഞിട്ടൊരു കൗണ്ട് ഇല്ല, ലക്ഷങ്ങളും ഇല്ല, കോടികളും ഇല്ല. പിന്നെ എല്ലാം ഈ ഒരു മാൻ അല്ലെങ്കിൽ ഒരു 10,000, 2 10,000, 100 10,000, 1000 10,000 അങ്ങനെയാണ് ഇവിടെ കൗണ്ട് ചെയ്യണത്. ഇത് ഓർത്ത് വെച്ചോ. നമ്മളിനി പോകുമ്പോൾ ഇതിൻ്റെ ബേസിലായിരിക്കും കാൽക്കുലേഷൻസ് ഒക്കെ പറയണത്. ഒരു മാൻ ഫ്രഷ് ഇപ്പം 80 എടുത്തോളൂ. ഏറ്റവും കൂടുതൽ എനിക്ക് വന്ന മെസ്സേജാണ്. അത്രയ്ക്ക് മെസ്സേജ് വരാറില്ല, ഞാൻ തള്ളേണ്ട ആവശ്യമില്ലല്ലോ. എനിക്ക് ആഴ്ചയിൽ 2 പേരൊക്കെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കും, എങ്ങനെ TATP വരാം, എന്തൊക്കെ ക്വാളിഫിക്കേഷൻ വേണം ബ്രോ. ഞാൻ IT കഴിഞ്ഞു, ഞാൻ ഇലക്ട്രിക്കൽ കഴിഞ്ഞു, തേങ്ങാന്നൊക്കെ പറഞ്ഞിട്ട്. TATPക്ക് നിങ്ങൾക്ക് ഒരു ക്വാളിഫിക്കേഷൻ്റെ ആവശ്യമില്ല. ഇതിന് മുന്നേ ഞാൻ ചെറിയൊരു ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും കൂടി എലാബറേറ്റ് ചെയ്ത് പറയാമെന്ന് വിചാരിച്ചു. ഇതുപോലൊരു പാസ്പോർട്ട് ഉണ്ടോ? 18 to 28, 32 പക്ഷേ 28 വയസ്സ് വരെ ഇന്ത്യയിലെ ഏജൻസികൾ പ്രൊമോട്ട് ചെയ്തോളൂ. 28 വയസ്സ് വരെ ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എലിജിബിൾ ആണ്, ഹെൽത്തി ആണ്, പണിയെടുക്കാൻ പറ്റുമോ, അതൊരു കാര്യം. പിന്നെ കുറച്ച് ബേസിക് ജാപ്പനീസും അറിഞ്ഞിരിക്കണം. കാരണം അത് നിങ്ങളുടെ സർവൈവലിന് വേണ്ടി തന്നെയാണ്. ഇവിടെ ആകെ 7% താഴെ മാത്രമേ ഇംഗ്ലീഷ് സംസാരിക്കുകയുള്ളൂ. അതും അവർ സംസാരിക്കുന്നത് ജപ്പാൻ ഇംഗ്ലീഷാണ്. കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവത്തില്ല. ജാപ്പനീസിലാകെ A I U E O 5 സൗണ്ടേ ഉള്ളൂ. ജാപ്പനീസ് പഠിച്ചവർക്ക് അറിയായിരിക്കും. അതുകൊണ്ട് ചില വാക്കുകളൊന്നും ഇല്ല. ഇപ്പം എൻ്റെ പേര് ഡാനിയൽ, ദാനിയേരു, എല്ലില്ല അവർക്ക്. ചില സമയത്ത് ബി അവർ പറയില്ല, ബി ആയിരിക്കും ബി. വിഷ്ണു എന്ന് പറഞ്ഞാൽ വിഷ്ണു എന്നല്ല, വിഷ്ണു, വിഷ്ണു, വിഷ്ണു. പിന്നെ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞങ്ങൾ പണിയിൽ ഉപയോഗിക്കുന്ന ഒരു സാധനമുണ്ട്, യോജോ എന്ന് പറയും. യോജോ ഷീത്തോ അല്ലെങ്കിൽ ബുരു ഷീത്ത് എന്ന് പറയും. ബുരു ഷീത്തോ, ബ്ലൂ ഷീറ്റാണ് സംഭവം. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ നീല കളറുള്ളൊരു ഷീറ്റാണ് ബുരു ഷീത്തോ. മനസ്സിലായോ? നിങ്ങൾക്ക് ജാപ്പനീസിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്ത നിങ്ങളോട് വന്നിട്ട് ബുരു ഷീത്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവത്തില്ല. അതുകൊണ്ടാണ് ലാംഗ്വേജ് പഠിച്ചിട്ട് വാ നീ കിടന്ന് പറയണത്. സോ പിന്നെ ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു വൈറ്റ് കോളർ ജോബ് അല്ല. ഉള്ളതിൽ ഏറ്റവും കൂടുതൽ ഒരു 90% ബ്ലൂ കോളറാണ്. ലേബർ കാറ്റഗറി ജോബ്സ് ആണ് കേട്ടോ. ലേബർ കാറ്റഗറി ജോബ്സ് ആണിത്. അത് അറിയാം നിങ്ങൾക്ക്. ഇവിടെ ഏജ്ഡ് കാറ്റഗറിയാണ് ഏറ്റവും കൂടുതൽ, വയസ്സായിട്ടുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ. ഇവർക്ക് വേണ്ടത് യങ്സ്റ്റേഴ്സിനെയാണ്. ഒരു പറഞ്ഞില്ലേ, ഒരു 18 to 30 ഇടയ്ക്കുള്ള, അതായത് നല്ല ഹെൽത്തി ആയിട്ടുള്ള യുവതികളാണ് ഇവർക്ക് വേണ്ടത് പണിയെടുക്കാൻ വേണ്ടിയിട്ട്. സോ ആരും ആ ഒരു എന്തോ വലിയ കമ്പനിയിൽ ഒരു വൈറ്റ് കോളർ ജോബ് ഇന്റേൺഷിപ്പ് അല്ല. പിന്നെ വൈറ്റ് കോളർ എന്ന് പറയാനുള്ളത് അക്കോമഡേഷൻ ഇൻഡസ്ട്രി ഉണ്ട്. ഒന്നെങ്കിൽ ഫ്രണ്ട് ഓഫീസ്, അല്ലെങ്കിൽ ഫുഡ് ആൻഡ് ബെവറേജ് സർവീസ്, കിച്ചൺ, അങ്ങനെ ഹോട്ടൽ, ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി. അത് പക്ഷെ അത് നമുക്ക് സൗത്തുകാർക്ക് കിട്ടാൻ ഭയങ്കര ചാൻസ് കുറവാണ്. നോർത്ത് ഈസ്റ്റുകാർ ഏകദേശം ഒരു ഏഷ്യൻ കട്ടുള്ളവരാണ്. അവർ ഒരു ഫെയർ സ്കിന്നായിട്ടുള്ള ഫേഷ്യൽ ഹെയർ ഒന്നും ഇല്ലാത്തവരാണ് അവർ നോക്കണത്. ഞാൻ താമസിക്കുന്നിടത്ത് ഒരു 5 കിലോമീറ്റർ അപ്പുറത്ത് 2 അരുണാചൽ പ്രദേശുകാരുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരിക്കൽ അവരെ കണ്ട് പരിചയപ്പെട്ടായിരുന്നു. അവർ TATP അക്കോമഡേഷൻ ഇൻഡസ്ട്രിയിലാണ് വന്നത്. കമ്പാരിറ്റീവ്ലി സാലറി അവർ കൂടുതലുണ്ടാകും. ഞാൻ കണ്ടതിൽ വെച്ച്, ഞാൻ സംസാരിച്ച് ടെക്നിക്കൽ ഇൻറ്റേൺസിൽ അതൊരു പണ്ടാറ് സാലറിയാണ്. അതായത് ഒരു ടെക്നിക്കൽ ഇൻറ്റേൺ കിട്ടാവുന്നതിന് വെച്ച് ഒരു നല്ല സാലറി തന്നെയാണ്. അപ്പം അങ്ങനെ അതുകൊണ്ട് അക്കോമഡേഷൻ ഇൻഡസ്ട്രി മക്കൾ മറന്നേക്ക്. ഒരു സൗത്ത് നിന്ന് ഒരാൾക്ക്, ഒരു ഡാർക്ക് സ്കിൻ ടോൺ ആയിട്ടുള്ള ഒരാൾക്ക് കിട്ടില്ല എന്ന് ഞാൻ പറയില്ല, പക്ഷേ കുറച്ച് പാടായിരിക്കും. പിന്നുള്ളത് കൈഗോ, കെയർ ഗീവർ ഇൻഡസ്ട്രിയാണ്. അറിയാം, വയസ്സന്മാർ കുറേ ഉണ്ട്. അപ്പോൾ അവരെ നോക്കാനായിട്ട് ഓൾഡ് ഏജ് ഹോംസ് ഇഷ്ടം പോലെ ഉണ്ട്, ഡേ കെയർ സർവീസ് അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ അവിടേക്ക് കെയർ വർക്കറായിട്ടും അത് ആ ഒരു ഇൻഡസ്ട്രി ഉണ്ട്. ഈ 2 ഇൻഡസ്ട്രിയാണ് ഒരു ലേബറിൽ നിന്ന് ഞാൻ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് കണ്ടത്. മേ ബി ഒരു വൈറ്റ് കോളർ എന്ന് പറയാം, വൈറ്റ് കോളർ ജോബ്, ഒരു ഓഫീസ് ജോബ്, ഇല്ലെങ്കിൽ ഒരു എന്താ പറയുക മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരെണ്ണവും, പിന്നെ ഒരു വൈറ്റ് കോളറും. ബാക്കി എല്ലാതും ഈ ഒരു ഇന്റേൺഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബ്ലൂ കോളർ ജോബ്സ് ആണ്. കൺസ്ട്രക്ഷൻ, അഗ്രികൾച്ചർ, മാനുഫാക്ചറിങ്, പിന്നെ കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആയിട്ട് തന്നെ അതിൽ കുറേ സബായിട്ട് വരും, കുറേ വരും. പ്ലംബിങ്, വെൽഡിങ്, തേങ്ങ വന്നിട്ട് അതുപോലെ എല്ലാം മേലണങ്ങി പണിയെടുക്കേണ്ട ജോലികളാണ് ഈ ഇന്റേൺഷിപ്പ് ഉദ്ദേശിക്കുന്നത്. ഇന്റേൺഷിപ്പിൽ പേര് പറഞ്ഞിട്ട് ഇവിടെ ലേബർ അത്രേ ഉള്ളൂ, ഇവിടുത്തെ ഷോർട്ടേജ് പരിഹരിക്കാൻ. പിന്നെയുള്ളൊരു പ്രധാന കാര്യം, 2027 കൂടിയിട്ട് കാലഹരണപ്പെടാൻ പോകുന്ന ഒരു പ്രോഗ്രാമാണിത്, TATP. 2027
ഒഫീഷ്യലി ഇപ്പോൾ കൺഫർമേഷൻ വന്നിട്ടുണ്ട്. അതിന് പകരം അവർ വേറെ SSW0 അങ്ങനെ പറഞ്ഞിട്ട് പുതിയൊരെണ്ണം വരുന്നുണ്ട്. പക്ഷേ TATP കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പോകണ്ട. കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കുറേ പ്രശ്നങ്ങൾ. ബ്ലാക്ക് കമ്പനീസ് കുറേ ഉണ്ട്. ഒരു ജോലി ഇപ്പോൾ പറഞ്ഞ ജോലിയല്ല, പറഞ്ഞ സാലറി ഇല്ല, ഭയങ്കര എക്സ്പ്ലോയിറ്റേഷൻ. പിന്നെ ഞാൻ ഇതിനു മുമ്പ് വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദേഹോപദ്രവം ചെയ്യുക, ധൈര്യ കാർഡ് മേടിച്ച് വയ്ക്കുക, വേറെ ഒരു പേഴ്സണലായിട്ട് ഒരു ഇതിനും സമ്മതിക്കാണ്ടിരിക്കുക, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് അവർ തീരുമാനിച്ചു. ഈവൻ ജപ്പാൻകാർ തന്നെ, ഒരു ജപ്പാനീസ് കൊമേഡിയൻ ഉണ്ട്, സ്റ്റാൻഡപ്പ് കൊമേഡിയനാണ്. പുള്ളി തന്നെ ഈ ഒരു വിസേനെ അടിമ വിസ എന്ന് പറയുന്നത്. പുള്ളി കൊമേഡിയൻ ആയതുകൊണ്ട് ആ ഒരു രീതിക്കാണ് പുള്ളി കളിയാക്കണത്. മേ ബി ചില സമയത്ത് എനിക്ക് തോന്നാറുണ്ട് ചിലവർ കാണുമ്പോൾ, പക്ഷെ ഞാനതൊന്നും മൈൻഡ് ചെയ്യാറില്ല. പക്ഷെ അങ്ങനെയും ഉണ്ട്. സോ ഞാൻ പറയാവുന്നത്, ഇന്റേൺഷിപ്പ് നിങ്ങൾക്ക് ഒരു ക്വാളിഫിക്കേഷൻ്റെ ആവശ്യമില്ല. നിങ്ങളുടെ ഡിഗ്രി, നിങ്ങളുടെ 10ാം ക്ലാസ്, +2 ഒന്നും വേണ്ട. ഞാൻ വന്നത് ഈ ഒരു പാസ്പോർട്ട് മാത്രമേ എൻ്റെ ഉള്ളൂ. നാട്ടിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് ഞാൻ വന്നിട്ടില്ല. ഞാൻ കൊണ്ടുവന്ന ആകെ മെഡിക്കലാണ്, അതും ആവശ്യം ഉണ്ടായിരുന്നില്ല. അത് ഓൾറെഡി അവർക്ക് ഇമെയിൽ കിട്ടിയായിരുന്നു. പാസ്പോർട്ട് 18, 28, കുറച്ച് ജാപ്പനീസ്, ഇതൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ജാപ്പനീസ് ഇല്ലെങ്കിലും ഓതറൈസ്ഡ് സെൻഡിങ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ NSDCയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ലൈസൻസ്ഡ് ആയിട്ടുള്ള ജാപ്പനീസ് വിസ സ്പെഷ്യലൈസ് ചെയ്ത് ചെയ്യുന്ന ഏജൻസീസ് ഉണ്ട്. അവരെ കോണ്ടാക്ട് ചെയ്യുക. ഏറ്റവും കുറവ് പൈസ ആരാണോ ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ സക്സസ് റേറ്റ് ഉള്ളത് ആർക്കാണ്, എത്ര പേര് പഠിച്ചു, എത്ര പേര്, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, പിന്നെ അതിനെ പറയാണ്, അവരെ കോണ്ടാക്ട് ചെയ്യുക. കാരണം കുറച്ച് പാടാണ്. മേ ബി വേറെ എല്ലാ കൺട്രീസ് ചെയ്യുന്ന ഒരു ഏജൻസി ആണെങ്കിൽ പോലും ജാപ്പനീസ് വിസ കുറച്ച് സ്ട്രിക്റ്റ് ആണ്. അവരങ്ങനെയാണ്. ഒരു ഫുൾ സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ ഫുൾ സ്റ്റോപ്പ് ആണ്, ഒരു മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ മില്ലിമീറ്റർ ആണ്. പിന്നെ ഇവിടെ ഞാൻ കൺസ്ട്രക്ഷനാണ് വർക്ക് ചെയ്യണത്. ബോർഡിയാണ് പണി. ബോർഡ്, ഫ്രെയിം, ഫ്ലോർ, സീലിംഗ് എല്ലാം ഉണ്ട്. നമ്മൾക്ക് എല്ലാം മില്ലിമീറ്ററിൽ, അത്രയും ആക്യുറേറ്റ് ആൻഡ് പ്രിസിഷൻ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു മില്ലിമീറ്ററാണ് കണക്ക് പറയാൻ, അളവുകളൊക്കെ പറയണത്, മീറ്ററിലോ ഫൂട്ടിലോ ഒന്നല്ല. അപ്പോൾ അത്രയും ആക്യുറേറ്റ് ആയിരിക്കും. അതുകൊണ്ട് ഒരിക്കലും ഇപ്പോൾ പുതിയതായിട്ട് ലൈസൻസ് എടുത്ത് ചാടിയുന്ന ഏജൻസി കൊണ്ട് തലവെച്ച് അവർ ഈ ജപ്പാനെ കുറിച്ച് പഠിച്ച്, ഈ വിസയെ കുറിച്ച് പഠിച്ച്, വെറുതെ നിങ്ങളുടെ സമയം, നിങ്ങളുടെ പൈസവും. എൻ്റെ ഒരു കൊല്ലം ഒരു 1.5 ലക്ഷം രൂപയൊക്കെ പൈസ തിരിച്ചു കിട്ടി, എന്നാലും ഒരു കൊല്ലം പോയതാണ്. അതുകൊണ്ട് ഓതറൈസ്ഡ് ആയിട്ട് ലൈസൻസ്ഡ് ആയിട്ടുള്ള ഏജൻസീസിൽ മാത്രം കൊണ്ടുപോയിട്ട് തലവെക്കുക. അതാണ് ഇപ്പം എനിക്ക് ഇത്രയും പറയാനുള്ളത്. പിന്നെ പൈസ ഏറ്റവും കുറവ് ഉള്ള ഏജൻസി നോക്കാൻ പറയാൻ കാരണം, ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ് ഈ പ്രോഗ്രാം. 10 പൈസ എന്ന് പറഞ്ഞാൽ ശരിക്കും ചിലവില്ല. ഇവിടെ തായ്ലൻഡുകാർ, ഫിലിപ്പീൻസ് ഒക്കെ വരുന്നത്, വിയറ്റ്നാം, ഇന്തോനേഷ്യ, ചില ഏജൻസികൾ പൈസ പിടിക്കും. അവർ 10 പൈസ ചിലവിലാണ് വരുന്നത്. നിങ്ങളുടെ എല്ലാ പൈസയും ഇവിടുത്തെ ഒരു കമ്പനിയിലെ നിങ്ങൾ ഹയർ ചെയ്യുന്ന കമ്പനിയാണ്. എല്ലാ പൈസയും നിങ്ങളുടെ പൈസ, നിങ്ങളുടെ വിസ, ടിക്കറ്റ്, നിങ്ങളുടെ നാട്ടിലെ ലാംഗ്വേജ് പഠിച്ച പൈസ, നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാനുള്ള ടിക്കറ്റ്, 3 കൊല്ലം നിങ്ങൾ തിരിച്ചു പോകുന്നത്, ഇത് മൊത്തം ഈ കമ്പനിയാണ് സ്പെൻഡ് ചെയ്യണത്. ഓക്കെ, അതിന് പുറമെയാണ് നിങ്ങൾ സെൻഡ് ചെയ്യുന്ന ഓർഗനൈസേഷൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു എമൗണ്ട് മേടിക്കണം. മനസ്സിലായോ? ഒബ്വിയസ്ലി അവർ ബിസിനസ്സാണ് ചെയ്യണത്, അവർക്ക് എക്സ്പെൻസസ് ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്, എല്ലാം ശരിയാണ്. ഞാനതിന് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. ഞാനൊരിക്കലും അതിനെതിരല്ല. ഞാനൊരു ക്യാപിറ്റലിസ്റ്റാണ്. അതുകൊണ്ട് കച്ചവടമാകുമ്പോൾ അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും കുറഞ്ഞ പൈസയ്ക്ക് ആരാണോ ഈ വിസ ചെയ്യുന്നത് അവരുടെ അടുത്ത് പോയി തലവയ്ക്കുക. ഇപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ചോദിക്കുകയാണെങ്കിൽ 3 ലക്ഷം രൂപ, 3 ലക്ഷം രൂപയ്ക്ക് താഴെ, ഞാൻ 2.5 ലക്ഷം രൂപയുടെ ടോട്ടൽ എക്സ്പെൻസ് എനിക്ക് വന്നത്. 6 മാസം ലാംഗ്വേജ് ക്ലാസ്, പിന്നെ ഒരു മെഡിക്കല്, 3 കൊല്ലത്തെ വിസ, പിന്നെ അപ്പ് ആൻഡ് ഡൗൺ ഫ്ലൈറ്റ് ടിക്കറ്റ്, ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് 2.5 ലക്ഷം രൂപയാണ് ഞാൻ കൊടുത്തത് മൊത്തത്തിൽ. ഞാൻ ഫുള്ള് പേ ചെയ്തിട്ട് വന്നു. വേണമെങ്കിൽ ഇവിടെ വന്നിട്ട് ഡ്യൂ ആയിട്ട് അടയ്ക്കായിരുന്നു. പക്ഷെ ഞാനത് ഫുള്ള് കൊടുക്കാമെന്ന് വെച്ചിട്ടാണ് വന്നത്. ഫുള്ള് കൊടുത്തിരുത്തിലാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക. വെറുതെ ഈ ഇന്നലെ മുട്ടയിൽ വിരിഞ്ഞ കോഴിക്കുഞ്ഞുങ്ങളെ പോലത്തെ ഏജൻസികളുടെ അടുത്ത് പോയിട്ട് തല വെച്ച് വെറുതെ നിങ്ങളുടെ സമയം, നിങ്ങളുടെ പൈസ ഒന്നും പോകരുത്, കളയരുത്. അത്ര എനിക്ക് പറയാനായിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഞാൻ എൻ്റെ ഏജൻസിനെ കുറിച്ച് എന്താണ് ഞാൻ വന്ന ഏജൻസിനെ കുറിച്ച് പറയാമെന്ന് വെച്ചാൽ, അവർ സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കയറ്റി വിട്ടേക്കണത് ഒബ്വിയസ്ലി അവർ തന്നെയാണ്. പക്ഷേ ഇപ്പം ഞങ്ങൾ പഠിച്ച് ജസ്റ്റ് നമ്മൾ ലാംഗ്വേജ് 6 മാസം പഠിച്ച് ഗ്രാജുവേഷൻ കഴിയുമ്പോൾ ഒരു ഗ്രൂപ്പ് തുടങ്ങും, വെയിറ്റിംഗ് ഇൻറ്റേൺസ് എന്ന് പറഞ്ഞിട്ട്. ആ ഗ്രൂപ്പിൽ എനിക്ക് ഇൻ്റർവ്യൂ കിട്ടുന്നവരെ, ഇൻ്റർവ്യൂ കിട്ടിക്കഴിഞ്ഞാൽ അവർ ആ ഗ്രൂപ്പിൽ റിമൂവ് ചെയ്യും. അതിലൊരു 150ഓളം വെയിറ്റിംഗ് ഇൻറ്റേൺസ് ഉണ്ടായിരുന്നു. അത് പല വർഷങ്ങൾ പഠിച്ചിറങ്ങിയവർ, ജസ്റ്റ് പാസ് ഔട്ട് ആയവർ, 2 കൊല്ലം മുമ്പ് പഠിച്ചവരൊക്കെ ഉണ്ട്. ഞാൻ ചുമ്മാ അവർക്ക് പ്രൊമോഷൻ കൊടുത്ത്, എന്താ പറയുക, എല്ലാവരും കൂടെ പോയി അവിടെ പോയി ഈ പട്ടി ചന്തയ്ക്ക് വല്ല ഓടിപ്പോയി എല്ലാം കൂടി കോഴ്സിന് ചേരും,
പിന്നെ അത്ര റിക്വയർമെന്റ്സ് ചിലപ്പോൾ വരില്ല, അത്ര എംപ്ലോയീസ് ചിലപ്പോൾ വരണമെന്നില്ല. പിന്നെ ചുമ്മാ ഒരു കോഴ്സ് ചെയ്യാൻ പോയ പോലെ പോയിട്ട് ഒരു കാര്യമില്ല. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ പിള്ളേർ വരും, അടിച്ചു പൊളിച്ച് വരും. പിന്നെ അവിടെ ചെന്നൈയാണ് സ്ഥലം, കമ്പനിക്കാരായി, ഹോസ്റ്റലായി, വെള്ളടിയായി, അങ്ങനെ അവർ വേറെ വൈകി പോകും, കോഴ്സ് കംപ്ലീറ്റ് ചെയ്യും. പക്ഷേ ഈ പറയത്തൊക്കെ സംസാരിക്കാനും അറിയത്തില്ല, കേട്ടാലൊന്നും മനസ്സിലാവില്ല, എക്സാമും ഒന്നും പാസ്സാവത്തില്ല. എന്നിട്ട് ഇവർ ഇവിടെ നിന്ന് പഴി ഞങ്ങൾക്ക് ഇതൊരു ജോലി കിട്ടിയില്ല തേങ്ങമാന്നൊക്കെ പറഞ്ഞിട്ട്. അത് എനിക്ക് ജോലി വേണം, എനിക്ക് പോകണം, ആ ഒരു ഫയറിൽ ഫോളോ അപ്പ് ചെയ്ത് ചോദിച്ചുകൊണ്ടേ ഇരുന്ന് അതുപോലെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്താലേ കയറി വരാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് എപ്പോഴും ഒരു ഏജൻസി എടുക്കുമ്പോൾ നിങ്ങളുടെ ചോയ്സ് ആയിരിക്കണം, നിങ്ങളുടെ തീരുമാനം. നിങ്ങളുടെ പൈസ നിങ്ങളുടെ സമയമാണ്. എനിക്ക് വേണമെങ്കിൽ ഒരു അഡ്മിഷൻ എനിക്ക് 5000 രൂപ വെച്ച് കിട്ടും, തലയ്ക്ക് 5000 വെച്ച് എനിക്ക് വേണമെങ്കിൽ അത് പ്രൊമോട്ട് ചെയ്യാം. പക്ഷേ വെറുതെ വേറെ ആളുടെ സമയം പൈസ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഓതറൈസ്ഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ്, ഏജൻസിയുടെ ഡീറ്റെയിൽസ് ഞാൻ ഇതിന് മുമ്പത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് NSDCയുടെ വെബ്സൈറ്റ് ആണ്. നിങ്ങൾക്ക് പോയിട്ട് നിങ്ങളുടെ സ്വന്തം റിസ്കിൽ തപ്പി കണ്ടുപിടിക്കാം. ഓക്കെ, ടെക്നിക്കൽ ഇന്റേൺഷിപ്പ് ആൻഡ് ട്രെയിനിങ് ഇതിന് TATPയിൽ വരാനായിട്ട് നോക്കുന്നവർക്ക് ഏറ്റവും ഉപകാരമുള്ള സാധനമാണ് ടെക്നിക്കൽ ഇന്ത്യൻ ട്രെയിനിങ് ഹാൻഡ് ബുക്ക്. ഇതിന് മുമ്പത്തെ ഒരു എംപ്ലോയി കോൺട്രാക്ട് പറഞ്ഞ വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബുക്കിനെ കുറിച്ച്. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഭയങ്കര യൂസ്ഫുൾ ആയ ബുക്കാണ്. ഞാൻ ഇവിടെ ഓസാക്കയിൽ വന്ന് ഇറങ്ങിയപ്പോൾ എയർപോർട്ടിൽ നിന്ന് എനിക്ക് തന്നതാണ്, എൻ്റെ റെസിഡൻസ് കാർഡിൽ കൂടെ. അപ്പോൾ ഇത് ആപ്പ് സ്റ്റോറിലുണ്ട്, പ്ലേ സ്റ്റോറിലുണ്ട് ഇതിൻ്റെ PDF. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഇടാം. വായിച്ച് കഴിഞ്ഞാൽ അത്രയും യൂസ്ഫുൾ ആയിരിക്കും. പ്രോഗ്രാമിനെ കുറിച്ചും എന്തൊക്കെ ചെയ്യാം, ആരെങ്കിലും നിങ്ങളെ എക്സ്പ്ലോർ ചെയ്ത് നിങ്ങൾക്ക് എങ്ങനെ രക്ഷപ്പെടാം, അങ്ങനത്തെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാനുള്ള ആൾക്കാർ, ലേബർ, ഇമിഗ്രേഷൻ, ഫോറിൻ സപ്പോർട്ട്, തേങ്ങ എന്ന് പറഞ്ഞിട്ട് എല്ലാ ആവശ്യമുള്ള എല്ലാ അസോസിയേഷൻ, അവരുടെ നമ്പർ, എവിടെയൊക്കെ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെയാണ് നോർമൽ, എന്തൊക്കെയാണ് അബ്നോർമൽ, പിന്നെ കുറച്ച് റൂൾസ്, കാര്യങ്ങൾ എല്ലാം ഉള്ള കിടില ബുക്കാണ്. അതായത് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ വായിച്ച് പറ്റും. ഇത് ഫുൾ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും എനിക്കതിനുള്ള ക്ഷമയില്ല. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ കണ്ടു നോക്കുക, എന്നിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് വായിക്കാം. ഇനിയിപ്പോൾ ഏറ്റവും കൂടുതൽ ചോദിച്ച ചോദ്യമാണ് അല്ലേ, അയക്കുന്നവർക്ക് അറിയേണ്ടത് ഇതാണ്, എത്ര സാലറി കിട്ടും ഇവിടെ, ലക്ഷങ്ങൾ സാലറി ആണോ എന്നൊക്കെ. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യൻ റുപ്പീനേക്കാളും വീക്കാണ്. എന്നെ പണ്ടാറ് വീക്ക്. എത്രത്തോളം വീക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ വിദേശികൾ അമേരിക്കയിൽ നിന്നൊക്കെ വന്നിട്ട് സുഖമായിട്ട് ടൂർ അടിച്ച് പോവാണ്. ഇപ്പം ഇന്നത്തെ റേറ്റ് എന്ന് പറഞ്ഞാൽ 0.57 അതാണ് കേട്ടോ. ഇന്നത്തെ 0.57 ആണ് ഇന്നത്തെ റേറ്റ്. ഇത് ഓൺലൈൻ റേറ്റ് ഇല്ല കേട്ടോ. ഓൺലൈൻ റേറ്റ് എന്തായാലും നമുക്ക് കിട്ടത്തില്ല. ഇത് ഞാൻ റെമിറ്റൻസ് അയച്ചിട്ട് ഞാൻ നാട്ടിലേക്ക് അയക്കുന്ന റെമിറ്റിലെ ആപ്പിലെ റേറ്റാണ്. ഒരു 5-9 വരെയൊക്കെ ഞാൻ നാട്ടിലേക്ക് പൈസ അയച്ചിട്ടുണ്ട്. പിന്നെ ഒരു 5-5 ഞാൻ പൈസ അയച്ചിട്ടുണ്ട്. ഈ പോയിന്റിന്റെ അപ്പുറത്തൊക്കെ ഒരു നമ്പർ മാറിയാനുള്ള വ്യത്യാസം അത് പൈസ അയക്കുമ്പോൾ അറിയാം. സോ എന്നെ ഇത്രയും വീക്കാണ്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെന്താണ്, എന്നെ വീക്കാണ് അതൊരു കാര്യം. പിന്നെ ഇവിടുത്തെ ലിവിങ് എക്സ്പെൻസസ് കൂടുതലാണ്. ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായാലും നല്ല വൃത്തിക്ക് ഡിഡക്ഷൻസ് എല്ലാം പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. TATPയിൽ വന്നു കഴിഞ്ഞാലുള്ള ചില ഗുണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞുതരാം. സാലറി, ബേസിക് സാലറി കിട്ടത്തുള്ളൂ കേട്ടോ. അതായത് ഒരു ഓരോ പ്രിഫെക്ചറിനും, ഇപ്പം നമ്മുടെ നാട്ടിലെ ഓരോ സ്റ്റേറ്റ് പോലെ ഓരോ പ്രിഫെക്ചറിനും ഓരോ ബേസിക് സാലറി ഉണ്ട്. അത് കിട്ടാനേ വഴിയുള്ളൂ. അതൊരു കാര്യം. ആ ഒരു പൈസക്ക് ഒരു ജാപ്പനീസിനോട് കിട്ടില്ല കേട്ടോ. ഒരു ജാപ്പനീസ് വരത്തില്ല. ഇപ്പം ഇവിടുത്തെ ഒരു 1080 പെർ അവർ. ഷിഗയുടെ കഴിഞ്ഞ മാസം സാലറി റിവൈസ് ആയിട്ടുണ്ടായിരുന്നു. 1018 1080 അപ്പോൾ ആ ഒരു പൈസക്ക് ഒരു ജാപ്പനീസിന് കിട്ടത്തില്ല. അതുകൊണ്ടാണ് പിന്നെ ഇവിടെ ആൾക്കാർ കിട്ടാതെ. അതുകൊണ്ടാണ് ഇവർ ഫോറിൻ റിസോഴ്സസ് ഡെവലപ്പിംഗ് കൺട്രീസ്, ഏഷ്യയിലുള്ള ഡെവലപ്പിംഗ് കൺട്രീസിന് ഇന്റേൺസിനെ ഏറ്റവും കൂടുതലായിട്ട് ഹയർ ചെയ്യണത്. സോ ഗുണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്റേൺഷിപ്പിൽ വന്നു കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി റെന്റ് വളരെ കുറവായിരിക്കും. ഇപ്പം ഈ ഒരു വീടിന് ഞാൻ ഇന്ത്യൻ ആയതുകൊണ്ട് എൻ്റെ കട്ട് ചെയ്യുന്നത് 1 മാനാണ്. 1 മാൻ ഓർത്തിരിക്കുന്നില്ലേ, ഞാൻ അത് പറഞ്ഞില്ല. 1 മാൻ ശരിക്കും ഈ ഒരു അത്യാവശ്യം വലിയൊരു വീടാണ് കേട്ടോ. നിങ്ങൾ ഹോം ടൂർ കണ്ടവർക്കറിയായിരിക്കും. ഇത്ര വലിയ വീട് എനിക്ക് വേണ്ട, ഇതിൻ്റെ ആവശ്യമില്ല. 2 ഫ്ലോറൊക്കെ ഉണ്ട്. ഞങ്ങൾ 2 പേരായിരുന്നപ്പോൾ ഓക്കെ, വന്ന സമയത്ത് കുറച്ച് കൺവീനിയൻ്റ് ആയിരുന്നു. പക്ഷേ ഇവിടുത്തെ ഒരു സ്റ്റൈൽ വെച്ചിട്ട് ഇത് ഭയങ്കര വലുതാണ്. ഇതിൻ്റെ ശരിക്കത്തെ റെന്റ് 6 മാനാണ് കേട്ടോ. 6 മാൻ. ഓക്കെ, 6 മാൻ. അപ്പോൾ 5 മാൻ എൻ്റെ കമ്പനിയാണ് അടയ്ക്കണം. എൻ്റെ 1 മാനാണ് എടുക്കുന്നത്. എൻ്റെ സാലറിയിൽ നിന്ന് പോകുന്നത് 1 മാനാണ്. പിന്നെ നിങ്ങൾക്ക് വേറെ എഞ്ചിനീയറിംഗ് വിസയിലോ അതുപോലത്തെ വർക്ക് വിസയാണ് വരുന്നതെങ്കിൽ
അത്തമാക്കി എന്ന് പറയും, അതായത് ഡെപ്പോസിറ്റ്, ഹെഡ് മണി അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് എന്ന് പറയും. അത് ഭയങ്കര ഒരു ഭീമമായ ഒരു 20 മാൻ, 2 ലക്ഷം yen, 20 മാൻ വരും. 20 മാൻ ഡെപ്പോസിറ്റ് കൊടുത്ത പൈസ റീഫണ്ട് തരത്തില്ല, അത് ആ വഴിക്ക് പോകും. നമ്മുടെ നാട്ടിൽ പോലെ എന്തെങ്കിലും ഉണ്ടോ, എന്തെങ്കിലും തല്ലിപ്പൊളിച്ചിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് തിരിച്ചു തരുന്ന അതൊന്നുമില്ല അവിടെ, അത് ആ വഴിക്ക് പോകും. സോ അതും ഒരു ബെനിഫിറ്റാണ്. പിന്നെ അടുത്ത കാര്യം, ഫോറിനേഴ്സിന് അക്കോമഡേഷൻ കിട്ടാൻ കുറച്ച് പാടാണ്. ഇവിടെ സീനില്ല, ഒത്സൂല് വലിയ സീനില്ല. ഞാൻ ടോമിന് കുറച്ച് വീടൊക്കെ നോക്കാൻ പോയിരുന്നു, പുള്ളി ജോലി മാറുന്നതിൻ്റെ ഇടയ്ക്ക്. അവിടെ ഞങ്ങളൊരു 3-4 ഏജൻസിയിൽ പോയി സംസാരിച്ചപ്പോൾ അവരങ്ങനെ ഫോറിനേഴ്സ് പറ്റില്ല അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ കിട്ടാൻ പാടില്ല, പക്ഷേ ചില സ്ഥലങ്ങളിൽ മേ ബി ജാപ്പനീസ് കൂടുതൽ താമസിക്കുന്ന സ്ഥലങ്ങളിൽ കിട്ടാൻ പാടാണ്. അപ്പോൾ ഒരു ഗുണം, അക്കോമഡേഷൻ കമ്പനി തരും, പിന്നെ റെൻറ്റ് കുറവാണ്. 1 മാൻ എന്ന് പറഞ്ഞാൽ 1 മാനിന് ഇവിടെ എവിടെയും അക്കോമഡേഷൻ കിട്ടത്തില്ല. ഏറ്റവും കുറഞ്ഞത് ഒരു 3 മാൻ കൊടുക്കണം, ഏറ്റവും കുറഞ്ഞത് 3-3.5 മാൻ. അതൊരു ഗുണമാണ്. പിന്നെ കമ്പാരിറ്റീവ്ലി ടാക്സ്, ഇൻഷുറൻസ് അതുപോലത്തെ കാര്യങ്ങളെല്ലാം കുറവാണ്. കാരണം നിങ്ങളൊരു ഇന്ത്യനാണ്. ഇനിയിപ്പോൾ ഒരു പ്രോപ്പർ വർക്ക് വിസ ആണെങ്കിൽ ഇപ്പോൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കണതിൻ്റെ ഡബിൾ ആയിരിക്കും. ഇപ്പോൾ ഒരു 4 മാനാണ് എൻ്റെ ഇന്ന് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, റെൻറ്റ്, ഹെൽത്ത് ഇൻഷുറൻസ്, സോഷ്യൽ ഇൻഷുറൻസ്, പെൻഷൻ, ഇൻകം ടാക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊരു 8 മാനാവും. അതായത് ഡിഡക്ഷൻസ് ഡബിൾ ആവും. അത് ഒരു കാര്യം. ഇതൊരു ബെനിഫിറ്റ് ആണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഒരു സെൻഡിങ് ഓർഗനൈസേഷൻ ഉണ്ടാവും, നാട്ടിൽ നിങ്ങളെ കയറ്റിവിടുന്ന ഏജൻസി, ഇവിടെ ഒരു റിസീവിങ് ഓർഗനൈസേഷൻ ഉണ്ടാവും. നിങ്ങൾക്ക് എന്തെങ്കിലും പേപ്പർ വർക്ക്സ്, ഇവിടെ എന്തെങ്കിലും സീൻ ഉണ്ടാവുകയാണ്, ലൈഫ് സ്റ്റൈലിൽ എന്തെങ്കിലും ട്രബിൾ ആണ്, എന്തെങ്കിലും സപ്പോർട്ടൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്കൊരു ലൈഫ് സ്റ്റൈൽ മെൻറ്റർ ഉണ്ടാവും അവിടെ കുമിയായി, ഇവിടുത്തെ റിസീവിങ് ഓർഗനൈസേഷനിൽ. അവരാണ് നിങ്ങളുടെ കാര്യങ്ങൾ എന്ന് കരുതി നിങ്ങളൊരു കുണുവാവിനെ പോലെ അങ്ങോട്ട് കൊണ്ടു നടക്കലൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം, ഇപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ പെൻഷൻ്റെ ഒരു ഫോം വന്നു, എനിക്ക് കാഞ്ചി വായിക്കാൻ അറിയത്തില്ല, അവർ ഫില്ല് ചെയ്ത് സഹായിക്കും. നിങ്ങളുടെ ഇപ്പോൾ വിസ 3 കൊല്ലത്തെ പ്രോഗ്രാം ആണെങ്കിലും ഓരോരോ കൊല്ലം വെച്ചിട്ടാണ് റിന്യൂ ചെയ്ത് പോണത്. അപ്പോൾ അതിൻ്റെ പേപ്പർ വർക്ക്സ് നിങ്ങൾ അസിസ്റ്റ് ചെയ്യും, നിങ്ങളൊന്നും അറിയേണ്ട കാര്യമില്ല. പിന്നെ അതുപോലെ 1-ാം വർഷം ഇപ്പോൾ എനിക്കൊരു പരീക്ഷ ഉണ്ടായിരുന്നു, ഒരു പ്രാക്ടിക്കൽ എക്സാം. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു, OTIT എന്നൊക്കെ വന്നിട്ട്, ഓർഗനൈസേഷൻ ഫോർ ടെക്നിക്കൽ ഇന്റേൺഷിപ്പ് ആൻഡ് ട്രെയിനിങ് പ്രോഗ്രാം. അപ്പോൾ അതിന് നിങ്ങൾ അസിസ്റ്റ് ചെയ്യും. അപ്പോൾ അതൊക്കെ ഒരു ബെനിഫിറ്റാണ്. നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട്, ലാംഗ്വേജിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് ഇവിടെ ഒരു ഡെയിലി ലൈഫൊക്കെ തള്ളിക്കൊണ്ടു പോകാനായിട്ട് ഒരു വലിയ രീതിക്ക് തന്നെ ഈ ഒരു റിസീവിങ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ സൂപ്പർവൈസിങ് ഓർഗനൈസേഷൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അത് ഒരു ബെനിഫിറ്റാണ്. പിന്നെ ഇതിൻ്റെ കോൺസ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, നിങ്ങളൊരു ഇന്ത്യൻ ആണ്. ഇന്ത്യൻ എന്ന് പറഞ്ഞാൽ നാട്ടിലെങ്ങനെയാണോ ഇന്ത്യൻ, ഞാനിപ്പോൾ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ ഹോസ്പിറ്റാലിറ്റി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നാൽ, ഞാൻ ഒരു 3 കൊല്ലം 2019-2023 വരെ 4 കൊല്ലം ഹോസ്പിറ്റാലിറ്റിയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ട് ഓഫീസിലായിരുന്നു കേട്ടോ. ഒരു കൊല്ലം ഒരു സ്റ്റാൻഡ് അലോൺ എറണാകുളത്തുള്ള പ്രോപ്പർട്ടി, പിന്നെ ഒരു അമേരിക്കൻ ബ്രാൻഡായിരുന്നു. അപ്പോൾ അവിടെ ഇന്റേൺസ് എങ്ങനെയാണെന്ന് എനിക്ക് നല്ല കൃത്യമായിട്ട് അറിയാം. നല്ല ആർട്ടും കേൾക്കും, സാലറി ഇല്ല, പക്ഷെ ഇവിടെ സാലറി ഉണ്ട് കേട്ടോ, കമ്പാരിറ്റീവ്ലി നല്ല സാലറി ഉണ്ട്. അതായത് ഇവിടെ കിട്ടുന്നത് വെച്ച് മിനിമം സാലറിയാണ്, പക്ഷെ നാട്ടിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു 18 വയസ്സുകാരന് ഒരു ക്വാളിഫിക്കേഷനാണ് കിട്ടുന്ന നല്ലൊരു കീഴിലുള്ള സാലറി തന്നെയാണ്. അപ്പോൾ ഇന്റേൺസ് എങ്ങനെയായിരിക്കും, ഒരു അടിമ പോലെ ആയിരിക്കില്ലേ നാട്ടിൽ, അല്ലേ? ഒരു ജൂനിയറിനോട് എങ്ങനെയാണോ അതുപോലെ തന്നെ. പിന്നെ നിങ്ങൾ ജപ്പാൻകാർ ഭയങ്കര പൊളൈറ്റാണ്, തേങ്ങയാണ് വാങ്ങിയത് നമുക്ക് കേട്ടിട്ടുണ്ടാവും. അങ്ങനെയാണ്, സത്യം അങ്ങനെയാണ്. പക്ഷെ ഒരു 10 പേര് അങ്ങനെയാണെങ്കിലും ഒരാൾ എങ്കിലും കുറച്ച് എന്താ പറയുക, ഭയങ്കര നേരോ മൈൻഡഡായിട്ട് ഭയങ്കര ഒരു പ്രത്യേക സ്വഭാവക്കാരൻ ഉണ്ടാവുമായിരിക്കും മേ ബി. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഈ ദേഹോദ്രവം പോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഇപ്പോൾ ഈവൻ എൻ്റെ കൂടെ വന്നവന് ദേഹോദ്രവം ഉണ്ടായി, അവന് മണ്ടയ്ക്ക് മേട്ട് കിട്ടുക, പിന്നെന്താണ് മേത്ത് കൈവയ്ക്കുന്ന കുറേ സീനൊക്കെ ഉണ്ടായി. ഒരിക്കൽ കംപ്ലൈൻറ്റ് ചെയ്തു, ഇനി ഉണ്ടാവില്ല എന്ന് പറഞ്ഞു, പിന്നെ ഉണ്ടായി. അതുകൊണ്ടാണ് അവൻ ഡിസ്കണ്ടിന്യൂ ചെയ്ത് പോയത്. അല്ലാണ്ട് അവനെ കൊണ്ട് പണിയെടുക്കാൻ പറ്റാണ്ടോ അങ്ങനത്തെ പ്രശ്നമൊന്നുമല്ല. ഇടുക്കിക്കാരനായിരുന്നു, ഉരുക്കോലിയാണ് ഇരുന്നുകൊണ്ടിരുന്നത്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള, നല്ല ഫിറ്റ് ആയിട്ടുള്ള ഒരുത്തനായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒന്നാമത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കും. അതെന്ന് പറഞ്ഞാൽ അലർച്ചയാണ്. ഞാനത് 2 വട്ടം പോയിട്ടുള്ള ഒരു സൈറ്റിൽ. ഞാൻ താഴത്തെ ഫ്ലോറിലാവുമ്പോൾ മേലത്തെ ഫ്ലോറിൽ. ഇയാൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇങ്ങനെ അലറിക്കൊണ്ടാണ് ചീത്ത വിളിക്കണത്. പിന്നെ അവൻ്റെ പേര് കൈവയ്ക്കലും, അവൻ മെൻ്റലി ഡൗണായി. പിന്നെ ആർക്കായാലും മടുക്കുമല്ലോ. അപ്പം അങ്ങനെ
സോ അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. ഈ കണ്ട ടൂറിസ്റ്റ് വിസയിൽ വരുന്നവർ പറയും ജപ്പാനോട് അടിപൊളിയാണ്, എന്താണ് ആൾക്കാരെല്ലാം എല്ലാവരും കുഞ്ഞു കഴിക്കും, എല്ലാവരും ഗ്രീറ്റ് ചെയ്യും, വിഷ് ചെയ്യും. അതൊക്കെ ഓക്കെ. ഒരു ടൂറിസ്റ്റ് വിസ എന്ന് പറഞ്ഞൊരു ഷോർട്ട് സ്റ്റേ, ഒരു 14 ദിവസം അല്ലെങ്കിൽ 90 ദിവസത്തേക്ക് വരുന്ന ഒരാൾക്ക് അവർക്ക് അങ്ങനെയൊക്കെ പറയാം, അവർ ടൂറിസ്റ്റാണ്. പക്ഷെ ഇവിടെ ഒരു വർക്ക് ലൈഫിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ ഭയങ്കര സീരിയസ് ആണ്. അറിയാലോ, ഇതിനു മുമ്പ് തന്നെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. വർക്കോളിക് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം വർക്കോളിക്കാണ് ഉമ്മാർ. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളും ഉണ്ട് കോൺസായിട്ട് വരുമ്പോൾ. പ്രൊമോട്ട് ചെയ്യണ ഓരോ ഏജൻസീസ് ഇങ്ങനെയാണ് അവരുടെ പോസ്റ്റർ. സാലറി എബവ് 1 lakh. അത് INR ആണോ എന്നാണോ അവർ എടുത്തില്ല. വേക്കൻസി ഇൻ ജപ്പാൻ, മാനുഫാക്ചറിങ്, അഗ്രികൾച്ചർ, കൺസ്ട്രക്ഷൻ ഇങ്ങനെ പറഞ്ഞോളൂ. അപ്പോൾ അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ചോദിക്കുക, ഈ സാലറി INR-ലാണോ അതോ എന്താ പറയുക യെന്നിലാണോ എന്നൊക്കെ ചോദിച്ച് നിങ്ങൾ മനസ്സിലാക്കുക. ചുമ്മാ 1 ലക്ഷം എന്ന് പറയുമ്പോഴത്തേനും ഓടിപ്പോയി വായും പൊളിച്ച് കയറി കൊടുത്തിട്ട് പിന്നെ ഇവിടെ വന്നിട്ട് അത്ര ഒന്നും ഇല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ കൊടുക്കുന്ന ടൈമിലും പിന്നെ ഞാൻ പറഞ്ഞ പോലെ എക്സ്ട്രീം വർക്ക് ഹോളിക്കാണ് ഇവര്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവരവരുടെ ഉത്തരവാദിത്തത്തില് ചോദിച്ച് മനസ്സിലാക്കുക. അപ്പോൾ ഇനി സാലറിയിലേക്ക് പോകാം. എല്ലാവർക്കും അറിയേണ്ട അതാണ് എത്ര കിട്ടുമെന്ന്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സാലറി സ്ലിപ്പാണ്. ഞാൻ ഏറ്റവും കുറവ് സാലറി മേടിച്ചിട്ടുള്ള സാലറി സ്ലിപ്പ് എൻ്റെ ആദ്യത്തെ മാസം. ഞാൻ ജനുവരി 20-നാണ് 17-ആണ് ഇവിടെ എത്തിയത്. 20 തൊട്ടാണ് വർക്ക് തുടങ്ങിയത്. ആ മാസം ഞാൻ പണിയെടുത്തത് 11 ദിവസമാണ്. അതിൽ 88 മണിക്കൂറാണ് എൻ്റെ നോർമൽ വർക്കിംഗ് അവേഴ്സ്. 23.5 മണിക്കൂർ OT, ഓവർ ടൈം. 11 ദിവസം കൊണ്ട് 23 മണിക്കൂർ OT. മൊത്തം എന്ന് വന്നേക്കണത് ടോട്ടല് 1,26,177 എന്നാണ് കേട്ടോ. അതായത് 12.6 മണി. പിന്നെ അതിൻ്റെ റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിഡക്ഷൻസ് കാണാൻ പറ്റും. അതിൽ ആദ്യത്തെ ഹെൽത്ത് ഇൻഷുറൻസ് ആണ്, രണ്ടാമത്തെ വെൽഫെയർ പെൻഷൻ, മൂന്നാമത്തെ എംപ്ലോയ്മെൻറ്റ് ഇൻഷുറൻസ്, സോഷ്യൽ ഇൻഷുറൻസ്, ഇൻകം ടാക്സ്, റെൻറ്റ് എല്ലാം കൂടെ ഈ 1,26,177 ഞാൻ മേടിച്ചപ്പോൾ എൻ്റെ ഡിഡക്ഷനായിട്ട് പോയിട്ടുള്ളത് 36,974 എന്നാണ് ഡിഡക്ഷനായിട്ട് പോയിട്ടുള്ളത്. എനിക്ക് ഇൻ ഹാൻഡ് കണ്ടതാണ് ഈ റൈറ്റ് സൈഡിൽ കൊടുത്തത് കേട്ടോ. 8.9 89,203. ഇത് ഏറ്റവും കുറവ് കേട്ടോ, ഏറ്റവും കുറവ്. അപ്പോൾ ഇത് ഏറ്റവും കുറവ് ഞാൻ മേടിച്ചിട്ടുള്ളത്. ഇത്ര കുറവ് അന്ന് 10 ദിവസം 15 ദിവസം മാത്രമേ പണിയുണ്ടായിട്ടുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ അടുത്തത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഒരു ആവറേജ് സാലറി ഞാൻ മേടിക്കുന്നത്. ഷിഗ പ്രൊഫക്ചറിൽ കൺസ്ട്രക്ഷനിൽ അത്യാവശ്യം OT ഒന്നും ഇല്ലാണ്ട് കിട്ടുന്ന ഇത്. OT ഇല്ലാണ്ട് എൻ്റെ ബേസ് സാലറി നോക്കുകയാണെങ്കിൽ അത് ഒരു മാസം എനിക്ക് 173 മണിക്കൂറാണ് പണിയെടുക്കേണ്ടത് ആസ് പെർ എൻ്റെ കോൺട്രാക്ട്. അതാണ് നോർമൽ വർക്കിംഗ് അവേഴ്സ്. ഈ 173 കഴിഞ്ഞാലായിരിക്കും പിന്നെ അത് OT ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യണത്. ഇപ്പോൾ 21 ദിവസം പണി 167 മണിക്കൂർ. അപ്പോൾ ഞാൻ എൻ്റെ മിനിമം വർക്കിംഗ് അവേഴ്സ് എത്തിയിട്ടില്ല. പിന്നെ ഒരു 7 മണിക്കൂർ OT. അപ്പോൾ ഈ OT ചെയ്തത് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോയിട്ടുള്ളൂ. പിന്നെ ഒരു 8 മണിക്കൂർ അത് മറ്റേതാന്ന് തോന്നുന്നുണ്ട്, CO ഓഫ് അങ്ങനെ എന്താണെന്ന് തോന്നുന്നുണ്ട്. അപ്പം അന്ന് എനിക്ക് കിട്ടിയത് 19 മാനാണ് കേട്ടോ. പിന്നെ ഡിഡക്ഷനായിട്ട് അതിനകത്ത് നിന്ന് പോയിട്ടുള്ളത് 4 മാൻ, 40,294. ഓക്കെ. എന്നിട്ട് എനിക്ക് ഇൻ ഹാൻഡ് വന്നത് 15 മാൻ, 1,53,650. ഇത് OT ഒന്നും ഇല്ലാണ്ട് നോർമൽ. ഇനിയിപ്പോൾ ഉള്ളത് കുറച്ച് അത്യാവശ്യം ഇപ്പം ഈ മാസം കഴിഞ്ഞ മാസം കുറച്ച് ടൈറ്റ് ആയിരുന്നു വർക്ക്. അത്യാവശ്യം നല്ല OT കയറിയിട്ടുണ്ട്. കഴിഞ്ഞ മുമ്പത്തെ മാസമാണെങ്കിൽ നൈറ്റൊക്കെ ഉണ്ടായിരുന്നു, നൈറ്റ് ഷിഫ്റ്റ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് എത്ര കിട്ടും എന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടുപിടിക്കുന്നത് ഇതുവരെ ഞാൻ മേടിച്ചതിൽ ഏറ്റവും കൂടുതൽ ഫെബ്രുവരിയിലായിരുന്നു കേട്ടോ. 22 ദിവസം പണി, 152 മണിക്കൂർ എൻ്റെ നോർമൽ വർക്കിംഗ് അവേഴ്സ്, 52 മണിക്കൂർ OT കേട്ടോ 22 ദിവസം കൊണ്ട്. സോ ടോട്ടല് 25 മാൻ, 2 ലക്ഷം എന്നാണ്. അന്ന് ഡിഡക്ഷനായിട്ട് പോയത് 42,004.2 മാൻ. ഇൻ ഹാൻഡ് വന്നത്
20 മാൻ 2,78,054. ഇത് INR ആക്കി നോക്കി നിങ്ങൾക്ക് അറിയായിരിക്കും. പിന്നെ ഡിഡക്ഷൻ കൂടാണ്ട് എനിക്ക് ഇവിടെ ഒരു എക്സ്പെൻസ് ആയിട്ട് വരുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 4 മാൻ അല്ലെങ്കിൽ 5 മാൻ ഫുഡ്, പിന്നെ ബില്ലുകൾ കാര്യങ്ങളെല്ലാം കൂടെ ആയിട്ടൊരു ഫോൺ ബില്ല്, ഗ്യാസ് ബില്ല്, കറണ്ട് ബില്ല്, പിന്നെ വെള്ളത്തിൻ്റെ ബില്ല്, ഇതെല്ലാം കൂടി പോണത് ഒരു 4 to 5 മാൻ്റെ ഇടയ്ക്ക്. പിന്നെ എൻ്റെ പേഴ്സണൽ എക്സ്പെൻസ്, ഫുഡ് കഴിക്കുന്നത്, ട്രാവൽ കഴിഞ്ഞ് പോകുന്നത് ഇത്രയും. സോ ഇതാണ് സാലറി ആയിട്ട്. ഇപ്പോൾ കുറേ പേര് ചോദിച്ചു, അതുകൊണ്ടാണ് പിന്നെ ഈ പേ സ്ലിപ്പ് കാണിക്കുന്നത്. ഇനിയും മനസ്സിലാക്കാറുണ്ടാവും. അപ്പോൾ ഇതിൽ കൂടുതൽ പറയരുത്, എനിക്ക് ഇതിൽ കൂടുതൽ ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല, ഇനി ചോദിക്കരുത് കേട്ടോ. അപ്പോൾ പിന്നെ വേറൊരു സംഭവം ഉണ്ടായി. ഇപ്പോൾ എൻ്റെ ശരിക്കും എൻ്റെ കോൺട്രാക്റ്റിൽ എനിക്ക് 1000 എന്നാണ് എൻ്റെ ഫസ്റ്റ് കോൺട്രാക്റ്റിൽ സാലറി ആയിട്ട് ഇട്ടേക്കുന്നത്. പക്ഷേ എനിക്കൊരു 1050 വെച്ച് കിട്ടാറുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ ഓണർ വലിയ സീനില്ല, നല്ലൊരു പുള്ളിയാണ്. അപ്പോൾ 1050 വെച്ച് കിട്ടുന്നുണ്ടായിരുന്നു ഈ 1000 എന്നുള്ള സമയത്ത് തന്നെ. അതേ സമയത്ത് ഷിഗയുടെ ബേസ് സാലറി 1018 കേട്ടോ. അപ്പോഴാണ് എനിക്ക് 1050 കിട്ടിക്കൊണ്ടിരുന്നത്. 1018 കാറ്റമ്പത് കിട്ടി. പിന്നെ ഫസ്റ്റ് ഇയർ എക്സാം കഴിഞ്ഞു, കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ ഒരു മാൻ്റെ അടുത്ത് ഗ്രോസ് സാലറി കൂടി. 173 ആയിരുന്നു ഫസ്റ്റ് കോൺട്രാക്ട് പ്രകാരം. അതൊരു 182 ആ റേഞ്ചിലേക്ക് എത്തി. ഈ കഴിഞ്ഞ ഓഗസ്റ്റിലാണ് എക്സാം കഴിഞ്ഞിട്ട് പുതിയ കോൺട്രാക്ട് സൈൻ ചെയ്ത് അടുത്ത 2 കൊല്ലത്തേക്കുള്ളത്. അപ്പോൾ അതൊന്ന്. പക്ഷേ ഈ 182 ഗ്രോസ് ആയിരിക്കുന്ന സമയത്തും ഈ OT കാര്യങ്ങളെല്ലാം കൂടി കൂട്ടിയിട്ട് നൈറ്റൊക്കെ ഉണ്ടെങ്കിൽ എനിക്കൊരു ഇപ്പോൾ കണ്ടില്ല ഒരു 2 ഒരു 22 മാനൊക്കെ ഗ്രോസ് കിട്ടിയിട്ട്. ഇപ്പോൾ ഈ ഗ്രോസ് എന്ന് പറഞ്ഞ ഇത് കോസ്റ്റ് ടു കമ്പനി ഗ്രോസ് സാലറി എന്ന് പറയുന്നത് എനിക്ക് ഇൻ ഹാൻഡ് കിട്ടാറുണ്ടായിരുന്നു. അപ്പോൾ ഓഫർ ലെറ്റർ ഇപ്പോൾ ഞാൻ കണ്ടതിൽ വെച്ച് TATP വന്നിട്ടുള്ള എല്ലാവർക്കും ഓഫർ ലെറ്ററിൽ പറഞ്ഞതിനേക്കാളും കൂടുതൽ സാലറി കിട്ടിയിട്ടുള്ളൂ, കുറഞ്ഞതായിട്ടില്ല. ഇപ്പം നിങ്ങൾക്ക് ഒരു മാസം ഫുള്ള് പണിയില്ലാണ്ട് ഇരുന്നാൽ പോലും നിങ്ങൾക്ക് സാലറിയിൽ എത്രയാണോ ഇൻ ഹാൻഡ് അത് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അത് റൂളാണ്. അതിപ്പോൾ നിങ്ങൾ ആഴ്ചയിൽ ഒരു മാസം പോയാലും നിങ്ങൾ ലീവ് എടുത്ത് വീട്ടിലേക്ക് ഇന്നാനുള്ള കാര്യമില്ലാണ് പറഞ്ഞത്. അത് കമ്പനിയുടെ മിസ്റ്റേക്ക് കൊണ്ട് ജോലി ഇല്ലാണ്ടിരിക്കുക അങ്ങനത്തെ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ഒരു ബേസ് ഒരു മിനിമം സാലറി പറഞ്ഞിട്ടുണ്ടാവും, ഇത്ര ഡിഡക്ഷൻ ഒക്കെ തന്നെ കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അതൊക്കെയാണ് നേരായ വഴിക്ക് ജപ്പാനിൽ വന്നാലുള്ള ഗുണങ്ങളിലൊന്ന്. ഓക്കെ, അതിൽ നമുക്ക് നെക്സ്റ്റ് വരാം. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ ഡിസംബറോട് പരിപാടി നിർത്തുകയാണ്. അപ്പോൾ കഴിഞ്ഞ മാസം ഞാൻ റിസൈൻ സൂചിപ്പിച്ചു. അപ്പോൾ ചെറുതായിട്ട് സാലറി കൂട്ടിയിട്ടാണ്. അപ്പോൾ ഈ 1080 1200 പെർ അവർ എന്ന് വെച്ചിട്ട് ഒരു 21 മാൻ ഗ്രോസ് സാലറിയിലേക്ക് ആക്കി. അപ്പോൾ കഴിഞ്ഞ മാസം കൂടിയിട്ടുണ്ട്. ഈ 10-ാം തീയതി സാലറി സ്ലിപ്പ് വരുള്ളൂ, എന്നാലും എനിക്ക് അറിയാൻ പറ്റുള്ളൂ. നാളെ കിട്ടുമായിരിക്കും, നാളെ അല്ലെങ്കിൽ മറ്റന്നാളായിട്ട് ഇതുപോലത്തെ കാരണം പുതിയത് കിട്ടും. അപ്പോൾ ജസ്റ്റ് ഒന്ന് സാലറി ഇപ്പോൾ 180 ഗ്രോസ് എന്നുള്ളത് 210 എന്നെ എങ്ങനെയും പിടിച്ചെടുത്താൻ പറ്റും നോക്കാനായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു ഞാൻ കൊലിഞ്ഞു പോലില്ല. ബിക്കോസ് ഞാൻ സാലറിക്ക് വേണ്ടി മാത്രമല്ല ഇവിടെ വന്നത്. ഞാൻ സാലറി വേണം, എന്നാലും വലിയ സാലറി ഒന്നും വേണ്ട. ഇപ്പോൾ എന്താ കോമഡി എന്ന് വെച്ചാൽ 210 ആയില്ലേ, 180 40,000 ഡിഡക്ഷൻ പോകുന്നതിൽ 4 മാൻ ഡിഡക്ഷൻ പോകുന്നതിൽ 210 അതൊരു 5.5-6 മാനം ഡിഡക്ഷൻ അതിനോട് കൊടുക്കും. ലാസ്റ്റ് ഇൻ ഹാൻഡ് വരുമ്പോൾ എല്ലാം ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. അതൊരു കാര്യം. സോ അപ്പോൾ അതൊരു ഇത്. അപ്പോൾ ഓണറും അത്യാവശ്യം മേ ബി പുള്ളിക്ക് വേറെ ആളെ കിട്ടാത്തതുകൊണ്ടാണോ പുള്ളി സാലറി വാരികയിൽ കൊടുക്കുന്നതാണോ അറിയില്ല. പക്ഷേ ഈ ഒരു സപ്പോസ് ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഞാൻ കാണിച്ച സാലറി സ്ലിപ്പിൽ ഒരു 53 മണിക്കൂർ OT എന്ന് പറഞ്ഞിട്ട് വന്നല്ലോ. ആ ഒരു മാസം ട്രാവലിന് തന്നെ ഒരു 50 മണിക്കൂർ പോയിട്ടുണ്ടാവും. അതൊരു പ്രശ്നം. പക്ഷേ എനിക്ക് ഒരിക്കലും ഇത്ര സമയം കൊടുക്കാനായിട്ട് താല്പര്യമില്ല. എനിക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഒരു 8 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 9 മണിക്കൂർ പണിയെടുക്കാൻ വേണ്ടിയിട്ട് 14 മണിക്കൂർ 13 മണിക്കൂർ സ്പെൻഡ് ചെയ്യാനായിട്ട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നത്. അല്ലാണ്ട് എനിക്ക് പണിയെടുക്കാൻ ബുദ്ധിമുട്ടായിട്ടോ പണിയെടുക്കാൻ കഴിവില്ലാണ്ടോ ഇപ്പോൾ ബോർഡ് ചുവക്കാനോ ലോഡിങ് ഇതാണോ അല്ലാണ്ട് പണി ഇതായതുകൊണ്ടോ ഒന്നല്ല. പക്ഷേ ഒരു വർക്ക് ലൈഫ് ബാലൻസ് ഒട്ടുമില്ല. വേറെ ഒരു കാര്യമില്ല. ഇപ്പോൾ പബ്ലിക് ഹോളിഡേയിൽ പണിയാണ്. പബ്ലിക് ഹോളിഡേ അന്ന് 4 മണിക്കൂർ OT, രാവിലെ 8 മണി രാത്രി 9 മണി വരെ. ഞങ്ങൾക്കിവിടെ വേറെ കുറേ പ്ലാനിങ് ഉണ്ടായിരുന്നു. അമ്മച്ചിയുടെ അന്ന് ഇവിടെ വലിയൊരു പരിപാടി ഉണ്ടായിരുന്നു. മറ്റേ സ്കൈ ലാൻഡിൽ കത്തിച്ച് വിടുന്ന പരിപാടിക്ക് ഞാൻ പോകാമെന്നൊക്കെ പറഞ്ഞു വൈകിട്ട് പണി കഴിഞ്ഞിട്ട്. അങ്ങനെ കുറച്ച് നല്ല മൊമെന്റ്സ് കുറേയൊക്കെ മിസ്സായി.
ഇവരാഴ്ചയിൽ ഒരിക്കൽ പുറത്ത് ഫുഡ് കഴിക്കാനൊക്കെ പോകും. ടോം, പിന്നെ ടോമിൻ്റെ ബോസിൻ്റെ വൈഫ്, പിന്നെ അമ്മച്ചി കൂടി. നമുക്ക് എവിടെ ഞായറാഴ്ച ഒരു ദിവസമുണ്ട്. ഇന്നിപ്പോൾ മഴ ചെയ്തുകൊണ്ട് ഞാൻ എവിടെയും പോയില്ല, അവിടെ ഇരിക്കുന്നു. സോ അങ്ങനെ എനിക്ക് വലിയ പൈസ ഒന്നും വേണ്ട. ഇതൊക്കെയാണ് എൻ്റെ ഒരു ഇത്. എനിക്ക് പക്ഷേ ഒരു ശനി ഞായറൊക്കെ ലീവ്, പിന്നെ ഒരു 7:30 പോയി കഴിഞ്ഞാൽ ഒരു 5:30 അല്ലെങ്കിൽ 6 മണിക്ക് വീട്ടിൽ വരണം. അങ്ങനത്തെ ഒരു വർക്കൊക്കെയാണ് ഞാൻ നോക്കുന്നത്. പണി എന്തായാലും കുഴപ്പമില്ല. സോ അതുകൊണ്ടാണ് ഞാൻ ഡിസ്കണ്ടിന്യൂ ചെയ്യണത്. ഞാൻ ഈ ഒരു കൺട്രി വെറുത്തു പോകും, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാരെയും വെറുത്തു പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഡിസ്കണ്ടിന്യൂ ചെയ്യണത്. പിന്നെ എത്ര സേവ് ചെയ്യുന്നൊക്കെ ആൾക്കാരോട് ചോദിച്ചു. ഇപ്പോൾ ഓൾമോസ്റ്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കണു. ഇപ്പോൾ നിങ്ങളത് INR കൺവേർട്ട് ചെയ്ത് ഞാൻ പറഞ്ഞ റേറ്റിൽ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സാക്ട് നിങ്ങൾക്ക് മനസ്സിലായി എത്ര സേവ്. ഞാൻ സേവ് ചെയ്യാറില്ല കേട്ടോ, എനിക്ക് സേവിങ്സിൽ വിശ്വാസമില്ല. ഞാൻ 10 പൈസ സേവ് ചെയ്യാറില്ല. എൻ്റെ ഇപ്പോൾ എൻ്റെ അക്കൗണ്ട് നോക്കിയാൽ മേ ബി ഒരു 5,000-6,000 കിടപ്പുള്ളൂ. അല്ലാണ്ട് ഇത്ര നാൾ പണിയെടുത്തിട്ട് ഞാൻ സേവിങ്സ് ആയിട്ട് ഒന്നുമില്ല, ഞാൻ സേവ് ചെയ്യാറില്ല. ഒരു ഫിക്സ്ഡ് എമൗണ്ട് ഞാൻ നാട്ടിലയച്ചു കൊടുക്കും. അതിപ്പോൾ എത്ര കൂടിയാലും, സാലറി ഇപ്പോൾ എത്ര കൂടുതൽ കിട്ടിയാലും എത്ര കുറവ് കിട്ടിയാലും ആ ഒരു എമൗണ്ട് അത് കൃത്യമായിട്ട് ഞാൻ അയക്കും. അതിപ്പോൾ 0.59 കൺവേർഷൻ റേറ്റ് 0.55 ആണെങ്കിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് അയക്കും. അല്ലാണ്ട് വേറെ സേവിങ്സ് ഒന്നും ഞാൻ ചെയ്യാറില്ല. അതുകൊണ്ട് നിങ്ങൾ ഇനി അത് ചോദിക്കരുത്, എത്ര സേവ് എത്ര ഉണ്ടാക്കാൻ പറ്റുന്നൊക്കെ. പിന്നെ ഞാൻ എല്ലാ വീഡിയോയിലും പറയണതാണ്, കൺസ്ട്രക്ഷൻ ഒഴിവാക്കുക, കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പറയാണ്ടിരിക്കുക. മാനുഫാക്ചറിങ്ങോ അല്ലെങ്കിൽ ഒരു ഡെയിലി ഒരു ഫാക്ടറിയിലോ എന്തായാലും ബ്ലൂ കോളറാണ്, അത് കൺഫേം ആണ്. കുറേ സ്ഥലത്ത് അധികം അലച്ചിലില്ലാണ്ട് അല്ല, വെറുതെ നിങ്ങളുടെ സമയവും നിങ്ങളുടെ എനർജി നിങ്ങൾ വെറുതെ കളയേണ്ട ആവശ്യമില്ല. ഇവർ വർക്കോളിക്കാണ്, ഇവർക്ക് ഇതല്ലാണ്ട് വേറെ ഒന്നുമില്ല. പണി 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 ഇത് തന്നെ ഉള്ളവർക്ക്, മനസ്സിലായോ? ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു പള്ളിയൊക്കെ ഉണ്ട് കേട്ടോ, അവിടെ ഒരു അമ്മച്ചി ഉണ്ട്. അപ്പോൾ ഒരിക്കൽ പള്ളിയിൽ വെച്ച് അമ്മച്ചിട്ടുണ്ട്. അമ്മച്ചി ചോദിച്ചു, ഇങ്ങനെയുണ്ടോ ചപ്പാൻ, എങ്ങനെയുണ്ട് പണിയൊക്കെ ഇങ്ങനെയുണ്ട്, ശമ്പളമൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ കഷ്ടപ്പാടാണ്, രാവിലെ നേരത്തെ പോകണം, ഇത്ര ദൂരമൊക്കെ പോകണം, തിരിച്ചു വരണമെന്ന്. അമ്മച്ചി ആശ്വസിപ്പിക്കല്ലേ ചെയ്ത്, എന്നെ ആട്ടുകയാണ് ചെയ്തത്. അമ്മച്ചി പറഞ്ഞു, എല്ലാവരും ഇങ്ങനെ തന്നെയാണ്, കഷ്ടപ്പെടണം. എൻ്റെ കെട്ടിയോട് നോക്കി 80 വയസ്സിൽ പയറുമണികൾ നടക്കുന്നത് കണ്ടില്ലേ, പണിയെടുക്കണം. എല്ലാവരും ഇങ്ങനെ 6 മണിക്ക്, എല്ലാവർക്കും രാവിലെ നേരത്തെ, രാത്രി വൈകിയ. ജപ്പാൻ ഇങ്ങനെയാണ്. അതുകൊണ്ട് ഇവരുടെ ഒരു മെൻറ്റാലിറ്റി തന്നെ ഇങ്ങനെയാണ്. എല്ലാവരും ഒരേപോലെ ചിന്തിക്കത്തുള്ളൂ, എല്ലാവരും ഒരേപോലെ പ്രോഗ്രാം ചെയ്ത് വിട്ടേക്കണാണ് വരെ. സോ ഇവിടെ ഒന്നും ചേഞ്ച് ചെയ്യാനില്ല. ഒന്നെങ്കിൽ ചെയ്യുക. ഇപ്പോൾ എനിക്കിപ്പോൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, ഞാൻ ഡിസ്കണ്ടിന്യൂ ചെയ്യണം. നിങ്ങൾ നിങ്ങളുടെ ഓരോ ആശയങ്ങളൊക്കെ ആയിട്ട് കൊണ്ട് വരരുത്. അത് മാറ്റിക്കളയാം, ഇതാക്കി കളയാം, പ്രതിഷേധിക്കാം, അതൊന്നും ഇവിടെ നടക്കില്ല. നിങ്ങൾക്കും പ്രശ്നമാണ്, നിങ്ങളുടെ നാട്ടിൽ നിന്ന് വരുന്നവർക്കും ഭാവിയിൽ പ്രശ്നമായിരിക്കും. ഒന്നുകിൽ ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്കണ്ടിന്യൂ ചെയ്യുക. പിന്നെ TATയിൽ വരുന്നവർ മാക്സിമം 3 കൊല്ലം കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. അതാണ് എപ്പോഴും നല്ലത്. മേ ബി നിങ്ങളൊരു കരിയർ 3 കൊല്ലത്തിന് ശേഷം ഇവിടെ കണ്ടിന്യൂ ചെയ്യണം, ഇവിടെ സെറ്റിൽ ആവണം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റെക്കോർഡ്സ് ഒക്കെ ക്ലിയർ ആയിരിക്കണം. ഇൻഷുറൻസ്, ടാക്സ് ഒക്കെ കറക്റ്റായിട്ട് അടച്ചിരിക്കണം. ഇനി ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരാണെങ്കിൽ അതിൽ പോയിന്റ് ഒക്കെ ഉണ്ട്, കൃത്യമായിട്ട് വണ്ടി ഓടിക്കണം. ടിക്കറ്റ് ഒന്നും കിട്ടിയിട്ടുണ്ടാവാൻ പാടില്ല. അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതൊരു കാര്യം. ഇനി റീസെൻ്റ് ആയിട്ട് നടന്ന ഇമിഗ്രൻറ്റിൻ്റെ ഇഷ്യൂസ് നിങ്ങൾ വാർത്തയിലും മീഡിയയിലും കണ്ടിട്ടുണ്ടാവും. ഇവിടെ PM ഒക്കെ മാറിയിരുന്നു. സോ എനിക്ക് ഈ പൊളിറ്റിക്സ്, ഇവരുടെ രാഷ്ട്രീയത്തിലൊന്നും വലിയൊരു ഐഡിയ ഇല്ല. എന്നാലും ഞാനിതിൽ പറയാൻ വേണ്ടിയിട്ട് കുറച്ച് വേറെ വ്ളോഗ് കണ്ടതും പിന്നെ ഇവിടുത്തെ കുറച്ച് ഒഫീഷ്യൽ പേജ് ചെയ്തിട്ട് ഞാൻ മനസ്സിലാക്കിയ എൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ പറയാം. അപ്പോൾ ഷിൻസോ അബെ എന്ന് പറഞ്ഞിട്ട് ഒരു PM ഉണ്ടായിരുന്നു. പുള്ളി 2 കൊല്ലം മുമ്പ് 3 കൊല്ലം മുമ്പ് കണ്ടാണ് വെടിവെച്ച് കൊന്നത് ഒരു പുള്ളിക്കാരൻ. സോ പുള്ളിക്കാരനാണ് ഈ LDP പാർട്ടിയുടെ മെയിൻ കപ്പിത്താൻ. പുള്ളിയായിരുന്നു എല്ലാം. പുള്ളി പോയത് വല്ലാത്തൊരു കുലുക്കായി. പുള്ളിയുടെ അപ്പനാണ് ഈ പാർട്ടി തുടങ്ങിയത്. നല്ലൊരു എന്താ പറയുക, നല്ലൊരു വീക്ഷണം, നല്ലൊരു മിഷനൊക്കെ പുള്ളിക്കുണ്ടായിരുന്നു. അത് പോയ പിന്നെ 3 പേരെ 4 പേരെ കണ്ട് മാറി വന്നു PMs. എല്ലാവരും റിസൈൻ ചെയ്ത് പോയി. പിന്നെ ഇവിടെ പിന്നെ കഴിവില്ലെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇറങ്ങിപ്പോക്കോളും, വെറുപ്പിക്കത്തില്ല. അപ്പോൾ അങ്ങനെയാണ് ലാസ്റ്റ് പുള്ളിക്കാരത്തി വന്നേക്കണത്. അപ്പോൾ മൊത്തത്തിൽ ആകെ ഇങ്ങനെ കുലുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും സ്ട്രിക്റ്റ് ആയിട്ട് ചെയ്താലേ ഇവർക്ക് ഇനി അടുത്ത ഇലക്ഷനിൽ ജയിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ വന്നേക്കുന്ന സനായി തക്കൈച്ചി എന്ന് പറഞ്ഞാൽ ഈ LDP എന്ന് പറഞ്ഞ പാർട്ടി. വേറെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാൻ സെയ്ത്തോ എന്ന് പറഞ്ഞിട്ട് ഒരു അശനുണ്ട്. പുള്ളിക്കാരൻ യൂട്യൂബ് ചാനൽ വഴി തുടങ്ങിയ പാർട്ടിയാണ്. പുള്ളിക്ക് ഒരു സപ്പോർട്ടും ഇല്ല, ഒന്നുമില്ല. പക്ഷെ പുള്ളിക്കാരൻ പറയുന്ന കാര്യങ്ങൾ പോയിന്റ് കൃത്യമായിട്ടാണ് പുള്ളി പറയണത്. ജപ്പാൻകാർ ഫസ്റ്റ് വേണം, ഇവിടെ ഇമിഗ്രേറ്റ്സ് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, അതിന് ഭാവിയിൽ വരാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെ ഉണ്ടാവും എന്നിട്ട് പുള്ളി
വളരെ പ്ലാൻഡ് ആയിട്ട്, പക്ഷെ പുള്ളി റിയൽ ആയിട്ട് തന്നെയാണ് മൂവിയാണ്. മേ ബി ഇമിഗ്രൻസിന് വേണ്ട എന്നുള്ള രീതിക്കാണ് പുള്ളി, അതൊരിക്കലും പോസിബിൾ അല്ല. ആകെ 3% മാത്രമേ ഇവിടെ ഇമിഗ്രൻസ് ഉള്ളൂ. ആ 3% ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത്രയും വലിയ ഇതാണ്, അത്രയും മാൻ പവറാണ്. ഇപ്പം എൻ്റെ കമ്പനിയിൽ തന്നെ ഞങ്ങളൊരു 8-9 പേരോളം ഫോറിനേഴ്സാണ്. ടെക്നിക്കൽ ഇൻറ്റേൺസും SSW സ്കിൽഡ് വർക്കറും പിന്നെ ഒരുത്തർ എഞ്ചിനീയറിംഗ് ഉണ്ട് ഓഫീസ്. 9 പേര് ഒറ്റയടിക്ക് പോയി കഴിഞ്ഞാൽ മുതലാളി ഒന്ന് കരയത്തുള്ളൂ, നീങ്ങത്തില്ല, പണി നീങ്ങത്തില്ല. അതുകൊണ്ട് പുള്ളി പറയുന്നത് കാര്യമാണ്, പക്ഷേ ഫോറിനേഴ്സിനൊന്ന് ഇതാക്കണം, എല്ലാത്തിനും തിരിച്ചു കയറ്റി വരണം, അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല ഇപ്പോഴത്തെ ഇവരുടെ അവസ്ഥയിൽ. മേ ബി ജപ്പാൻകാരെല്ലാവരും കൂടി ഉത്സാഹിച്ച് കല്യാണം കഴിച്ച് 4 പിള്ളേരൊക്കെ ഉണ്ടാക്കിയാൽ ഒരു 20 കൊല്ലത്തിനുള്ളിൽ ഓക്കെ, ഇവന്മാർ പെണ്ണും കെട്ടത്തില്ല, കല്യാണം കഴിക്കത്തില്ല. അന്നിടത്തോളം ഇപ്പം എനിക്കിവിടെ ജോലി വേണം എന്നതിലുപരി അവർക്ക് ജോലിക്ക് ആളെ വേണം. അതാണ് ഇവിടെ പീക്ക്. ലാംഗ്വേജ് ഒക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട്, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമുള്ള കാര്യമില്ല ഇവിടെ പണി കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പം അങ്ങനെ, അപ്പം ഇവർ ഇങ്ങനെ പീക്കിൽ നിൽക്കുവാണ്. അപ്പോൾ കഴിഞ്ഞ ഈ ഇടയ്ക്ക് ഒരു ചെറിയൊരു ഇലക്ഷൻ ഉണ്ടായിരുന്നു, അതിൽ 20 സീറ്റോളം ജയിച്ചു. ഒരു സബ് ഇലക്ഷനിൽ തന്നെ 1 സീറ്റ് 2 സീറ്റുകൾ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ പുള്ളി ആ ഒരു സോഷ്യൽ മീഡിയ വഴി കൊണ്ടുവന്ന ചേഞ്ച് അത്രയും ജപ്പാൻകാരെ ഇൻഫ്ലുവൻസ് ചെയ്തു. അയാൾ ജാപ്പനീസ് ഫസ്റ്റ് എന്നാണ് പുള്ളിയുടെ സ്ലോഗൻ. പുള്ളി പറയുന്നതും ഓൾമോസ്റ്റ് എല്ലാം കാര്യമുള്ള കാര്യങ്ങളാണ്. ചുമ്മാ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരെ പോലെ കിടികിടി അടിച്ച് അവരത് ചെയ്തില്ല ഇത് ചെയ്തില്ല ഒലത്തി മലത്തിന്നൊന്നുമല്ല. പുള്ളി അത്രയും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് വൃത്തിക്കാണ് കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഉള്ള ഈ പെണ്ണുമ്പള സനായ തക്കൈച്ചി പുള്ളിക്കാരത്തേക്ക് എന്തെങ്കിലും ചെയ്താൽ, അടുത്ത മേ ബി 2028 അടുത്ത ഇലക്ഷൻ, എന്തെങ്കിലും ചെയ്താലേ അടുത്ത ഇലക്ഷൻ ജയിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അവർ ഇല്ലീഗൽ ഇമിഗ്രൻസ്, അങ്ങനത്തെ ഉടായ്പ വിസ, ടാക്സ് അടയ്ക്കാത്തവന്മാർ, ഇൻഷുറൻസ് അടയ്ക്കാത്തവന്മാർ എല്ലാത്തിനെയും ഒരു സൈഡിൽ നിന്ന് ഇപ്പം തന്നെ കയറ്റിവിടാൻ തുടങ്ങിയിട്ടുണ്ട്. ഡീപ്പോർട്ടേഷൻ തുടങ്ങിയതാണ് അറിയാനായിട്ട് കഴിഞ്ഞത്. ഇപ്പോൾ നേരായ വഴിക്ക് ലാംഗ്വേജ് പഠിച്ച്, അതായത് എന്താണോ ജോലി, ഇപ്പോൾ TADP ആണെങ്കിൽ ഇന്റേൺഷിപ്പ് ചെയ്യുന്നവർ ഇന്റേൺഷിപ്പ് മാത്രം, TADP എന്നിട്ട് വേറെ ജോലി പാർട്ട് ടൈം ചെയ്യാൻ പറ്റില്ല. പക്ഷെ കുറേ പേര് പാർട്ട് ടൈം ചെയ്യുന്നുണ്ട്. അതൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ കഥയിൽ ചോദ്യമില്ല, നാട്ടിൽ കാണാം. പിന്നെ മേ ബി 5 കൊല്ലത്തേക്ക് ബാൻ കിട്ടിക്കഴിഞ്ഞാൽ ശുഭം. പിന്നെ SSWനും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ട് ടൈം ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഏറ്റവും കൂടുതൽ പ്രശ്നം എഞ്ചിനീയറിംഗ്, ഹ്യൂമാനിറ്റീസ് ആൻഡ് ഇന്റർനാഷണൽ സർവീസ് എന്ന് പറഞ്ഞ വിസയാണ്. അതിൽ വന്നിട്ട് ബ്ലൂ കോളർ ജോബ്സ് ചെയ്യുന്നവരുണ്ട്, ലേബർ കാറ്റഗറി ജോബ്സ് ചെയ്യുന്നുണ്ട്. അവർക്കാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അടി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ടോക്കിയോയിൽ അങ്ങോട്ട് 12 പേരുള്ള അറസ്റ്റ് ചെയ്തെന്നാണ് വേറൊരു ലാംഗ്വേജിലുള്ള വ്ളോഗിന്ന് ഞാൻ കണ്ടത് കേട്ടോ. ഞാനിതിനെ കുറിച്ച് തപ്പാൻ പോയിട്ടില്ല. പുള്ളി ഓൾറെഡി റിസർച്ചൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഞാനിപ്പോൾ ജസ്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്ത് പറയുന്നത് മാത്രം. അപ്പോൾ ഇപ്പോൾ ഈവൻ മലയാളീസ് കുറേ പേര് അതൊക്കെ ചെയ്യുന്നുണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു എമൗണ്ട് കൊടുത്ത് ലാംഗ്വേജ് പഠിക്കാണ്ട് എഞ്ചിനീയറിംഗ് വിസയിൽ കൊണ്ട് കയറി വരും. ഇവിടെ നമ്മുടെ നാട്ടിലെ ഫ്രോഡുകളുള്ള പോലെ തന്നെ ഇവിടെയും ബ്ലാക്ക് കമ്പനീസ് ഉണ്ട്. ഇവിടെ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ജപ്പാനീസിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ലോൺ കിട്ടുക പറഞ്ഞാൽ അത്ര വലിയ പാടൊന്നുമില്ല. അതിലേക്ക് ഞാൻ വരാം. സോ അവരൊരു കമ്പനി രജിസ്റ്റർ ചെയ്യും, ഒരു ബ്ലാക്ക് കമ്പനി, ഒരു പേപ്പർ കമ്പനി പോലെ. ഇവിടെ ഒരു വീട് വേണമെങ്കിൽ, ഇത് വേണമെങ്കിൽ ഞാൻ ഈ ഒരു വീട് ഇപ്പം എനിക്ക് എൻ്റെ ഒരു ബിസിനസ് ആണെങ്കിൽ എനിക്കിതൊരു കമ്പനിയുടെ രജിസ്റ്റർ ചെയ്യാം, ആരും ചോദിക്കത്തില്ല. അതിവിടെ ലീഗലാണ്. സോ അങ്ങനെ ഒരു പേപ്പർ കമ്പനി രജിസ്റ്റർ ചെയ്തിട്ട് ഒരു 8 ലക്ഷം അല്ലെങ്കിൽ 10 ലക്ഷത്തിന് ഒരുത്തന്നെ മേടിക്കും. അവർ ഈ പൈസ കിട്ടിക്കഴിഞ്ഞ് അവന് വിസയും കൊടുത്ത് അവനോട് എത്തിക്കഴിയുമ്പോൾ അവരെ കമ്പനി ക്ലോസ് ചെയ്യും. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളവൻ എന്താ ചെയ്യുക, എന്തായാലും എൻ്റെ ഒരു കൊല്ലത്തേക്കുള്ള വിസയുണ്ട്, ഇവിടെ പണിക്കാരെ ആവശ്യമുണ്ട്, അവൻ കിട്ടിയ പണിക്കൊക്കെ പോകും. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതൊരു പ്രശ്നമാണ്. പ്രത്യേകിച്ച് ഹാൻഡ് ക്യാഷ് ജോബ് എന്ന് പറയും, കയ്യിൽ പൈസ കിട്ടുക. ഇപ്പോൾ എൻ്റെ ഒരു സാലറി ഇപ്പോൾ ഒരു മണിക്കൂറിന് എനിക്കൊരു 1200 ഞാൻ 8 മണിക്കൂർ പണിയെടുത്ത് 9600 ഞാൻ. 9600 എന്ന് പറഞ്ഞാൽ എൻ്റെ ഗ്രോസ് ആണ് ഒരു ദിവസത്തെ. അതിൽ നിന്ന് പെൻഷൻ, ടാക്സ്, തേങ്ങ വാങ്ങാന്നൊക്കെ പോയി കഴിഞ്ഞാൽ മേ ബി ഒരു 7000 അല്ലെങ്കിൽ ഒരു 8000, 7500 അതാണ് എൻ്റെ ഇൻ ഹാൻഡ്. പക്ഷേ ഈ ഹാൻഡ് ക്യാഷ് ജോബ് എന്ന് പറയുമ്പോൾ ഈ 10000 എന്ന് പറഞ്ഞാൽ 10000 നിനക്ക് കൂലി എടുത്ത് തരുന്ന പോലെ കയ്യിൽ തരും. അങ്ങനെയുള്ളവർ ടാക്സ് അടയ്ക്കത്തില്ല, അവർക്ക് മെഡിക്കൽ ഉണ്ടാവില്ല. അവർ മറ്റേ ഇവിടെ മുനിസിപ്പാലിറ്റിയിൽ കുറച്ച് ചീപ്പായിട്ടുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കിട്ടും, ഭയങ്കര ചീപ്പാണ്. അങ്ങനെയുള്ളവർക്ക് പെൻഷൻ ഉണ്ടാവില്ല. അങ്ങനെ സോ അങ്ങനെയുള്ളവർ ടാക്സ് അടയ്ക്കുന്നില്ല. ഇതൊക്കെയാണ് ഈ മറ്റേ സാൻസൈറ്റ് എന്ന് പറഞ്ഞ പുള്ളി പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പുള്ളി പറഞ്ഞതിൽ കാര്യമുള്ളതുകൊണ്ടും കൂടിയാണ് ജപ്പാൻകാർ ഓക്കെ പുള്ളി പറഞ്ഞതിൽ കാര്യമുണ്ട്. പിന്നെ ഇവിടെ വരുന്ന മേ ബി ടൂറിസ്റ്റ് വിസയിൽ വരുന്നവരൊക്കെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. വേസ്റ്റും ഭയങ്കര ഡിസ്പോസ് ചെയ്യില്ല, ഇവിടുത്തെ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാണ്. ഫോർ എക്സാമ്പിൾ ട്രെയിനിൻ്റെ അകത്ത് സൗണ്ട് ഒന്നും ഉണ്ടാക്കാൻ പാടില്ല, അവർ ട്രെയിനിൻ്റെ അകത്ത് ഒച്ചപ്പാട് ഉണ്ടാക്കുക, ഫുഡ് കഴിക്കുക,
കാലിന് വേണ്ടി കാല് കയറ്റി വെച്ചിരിക്കുക, അതൊന്നും ഇവരുടെ കൾച്ചറിലൊന്നും അക്സെപ്റ്റബിൾ അല്ല. അപ്പോൾ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുള്ളതുകൊണ്ടും കൂടിയാണ് ഈ പുള്ളിക്കാരൻ ഇങ്ങനെ സ്ട്രോങ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ വിസയിൽ പറഞ്ഞ ചേട്ടന്മാർ അവർക്കൊക്കെയാണ് പണി കിട്ടാൻ പോകുന്നത്. മേ ബി എഞ്ചിനീയറിംഗ് വിസ ഒന്നുകൂടി ടൈറ്റ് ആക്കാൻ പോകുന്നതാണ് കേട്ടത്. ലൂപ്പ് ഹോൾസ് ഇങ്ങനെ ഉടായ്പൊഴികൾ വരുന്നവർക്കൊക്കെ പണി കിട്ടും. പിന്നെ അടുത്തതാണ് റെഫ്യൂജി അടിക്കണവർ, ടൂറിസ്റ്റ് വിസ വന്നിട്ട് റെഫ്യൂജി അടിക്കണവർ. അത് അത്യാവശ്യം നല്ല സ്ട്രിക്റ്റ് ആയിരുന്നു. കാരണം നിങ്ങളിവിടെ വന്ന് ഇറങ്ങി 14 ദിവസത്തെ വിസയോ അല്ലെങ്കിൽ എത്ര ദിവസത്തെ വിസ ആണെങ്കിൽ നിങ്ങളുടെ റിട്ടേൺ ടിക്കറ്റ്, ഈ കാലയളവിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു, എവിടെയൊക്കെ സ്റ്റേ ചെയ്യുന്നു, അതൊക്കെ കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് എൻട്രി ഉള്ളൂ, അല്ലെങ്കിൽ അടുത്ത പ്ലെയിനിൽ തിരിച്ചു കയറ്റുള്ളൂ. അങ്ങനെയാണ് സംഭവം. എന്നിട്ട് ഇവിടെ വന്നിട്ട് റെഫ്യൂജി അടിച്ച് സെറ്റിൽ ആവുന്നൊരു ഒരു സമയം വരെ ഓക്കെ ആയിരുന്നു. മേ ബി കേരളത്തിലെ ഏതെങ്കിലും ഏജന്റ് നിങ്ങളോട് പറയും ടൂറിസ്റ്റ് വിസയിൽ കയറ്റി വിടാം, എന്നിട്ട് ഇവിടെ വന്നിട്ട് സെറ്റ് ആക്കാം എന്നൊക്കെ. ഒരു കാര്യം മനസ്സിലാക്കുക, ലാംഗ്വേജ് ഇല്ലാണ്ട് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഒരു കാര്യമില്ല, നിങ്ങൾ കഷ്ടപ്പെടും. നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അത്രയും വലിയ പണിയായിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടേക്ക് വരാൻ വേണ്ടി അതിപ്പോൾ എന്ത് ജോലിയാണെങ്കിലും 3 ലക്ഷത്തിൽ താഴെ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത്ര കൊടുത്താൽ മതി. അതിൽ കൂടുതൽ നിങ്ങൾ കൊടുക്കരുത്. ലാംഗ്വേജ് ഉണ്ടെങ്കിൽ 3 ലക്ഷത്തിൽ താഴെ, അതിൽ കൂടുതൽ കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. ഒരു ഏഷ്യൻ കൺട്രിക്ക് നമ്മുടെ INR-നേക്കാൾ ഇത്ര ഡിക്ലൈൻഡായി നിൽക്കുന്ന ഒരു അത്രയും വീക്കായ ഒരു കറൻസി സാലറി മേടിച്ചിട്ട് ഇവിടെ ഇത്ര എക്സ്പെൻസീവ് ആയിട്ട് പൈസ കൊടുത്തിട്ട് എന്തിനാണ് നിങ്ങൾ ഇത്ര ലക്ഷം കൊടുത്തിട്ട് വരുന്നത്? ഞാൻ കഴിഞ്ഞ മാസം ഒരുത്തിനെ പരിചയപ്പെട്ടു, ഐച്ചി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചതാണ്. 12 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് അവൻ എഞ്ചിനീയറിംഗ് വിസ വന്നേക്കണം ഫാക്ടറി ജോലിക്ക്. അവനാണെങ്കിൽ ഒരു കിണ്ടി മനസ്സിലാകുന്നില്ല, ഒരു പറഞ്ഞിട്ടുണ്ട്, ബേസ് പോലും ഇല്ല. പക്ഷെ 1 ലക്ഷം രൂപ അവൻ ഇൻഹാൻഡ് സാലറി ഉണ്ടാവും. ഈ 1 ലക്ഷം രൂപ അടയ്ക്കണമെങ്കിൽ അവൻ കിട്ടിയ പൈസ അതേപോലെ നാട്ടിലേക്ക് അയച്ചാലും അത് മുതൽ മാത്രമാകത്തുള്ളൂ. ഒരു കൊല്ലം കണ്ടിന്യൂസ് ആയിട്ട് അവൻ അടയ്ക്കണം. അതിനിടയ്ക്ക് ഇവന് ഇവിടെ ചിലവുണ്ട്, വേറെ കാര്യങ്ങളൊന്നുമില്ല. എന്തിനാണ് ഇത്ര പൈസ കൊടുത്ത് നിങ്ങൾ വരുന്നത്? മലയ്ക്ക് ലാംഗ്വേജ് പഠിച്ചിട്ട് വന്നൂടെ? ഇങ്ങനത്തെ മണ്ടത്തരങ്ങളൊന്നും കാണിക്കരുത്. 8 ലക്ഷം 10 ലക്ഷം 12 ലക്ഷം അതിനൊന്നും ഒരു ആവശ്യമില്ല. ലാംഗ്വേജ് പഠിച്ചു. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ജോലി വേണം, അതിനേക്കാൾ ഉപരി ഇവിടെ പണിക്കാളെയാണ് വേണ്ടത്. പക്ഷെ അതേസമയം ഒരു ജാപ്പനീസ് പുറത്തുനിന്ന് ഒരുത്തനെ ഹയർ ചെയ്യില്ല. കാരണം ഇവർ ഫോറിനേഴ്സിന് ഇവർക്ക് ട്രസ്റ്റ് ഇല്ല, വിശ്വസിക്കത്തില്ല. അതുകൊണ്ടാണ് ഇവിടെ റിസീവിങ് ഓർഗനൈസേഷനോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഏജൻസികളുള്ളത്. ആ ഏജൻസികളുടെ റിസ്കിലാണ് ഒരാളെ എടുക്കുന്നത്. ഡയറക്റ്റായിട്ട് ഒരാൾ എടുക്കത്തില്ല പുറത്തുനിന്ന്. ഇവർ മാക്സിമം ഇവരുടെ കമ്മ്യൂണിറ്റി, ഇവരുടെ റേഞ്ചിലുള്ള ആൾക്കാർ, മനസ്സിലായോ, ജാപ്പനീസ് തന്നെ നോക്കത്തുള്ളൂ. അത് കിട്ടാണ്ട് വരുമ്പോഴാണ് പുറത്തുനിന്ന് ആളെ എടുക്കുന്നത്. അപ്പം അതൊരു കാര്യം. അപ്പം വരുന്നവർ കൃത്യമായി നേരായ രീതിയിൽ കൂടെ വരിക. കണ്ടുകൂടായ്പ് ടൂറിസ്റ്റ് വിസ വന്നിട്ട് റെഫ്യൂജി അടിക്കാനോ എഞ്ചിനീയറിംഗ് വിസ വന്നിട്ട് കെട്ടി പണിക്കൊക്കെ പോകാമെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഇനിയുള്ള കാലങ്ങളിൽ ബുദ്ധിമുട്ടാണ്. ഇപ്പം തന്നെ ബുദ്ധിമുട്ടാണ്. ഇപ്പം തന്നെ പിള്ളേർ 5 മാസം 6 മാസമൊക്കെ COEക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം, സർട്ടിഫിക്കറ്റ് ഓഫ് എലിജിബിലിറ്റി. അത് കിട്ടാനുള്ള പാട്. ഇപ്പം എൻ്റെയൊക്കെ ആണെങ്കിൽ 3 മാസം എടുത്തു. അത് നോർമലാണ്. ഒരു 3 മാസം പറഞ്ഞ് 3 മാസം വരെ എടുത്തു. ഇനിയിപ്പോൾ 6 മാസം വരാത്തവരുണ്ട്, 8 മാസം കഴിഞ്ഞ് കിട്ടിയവരുണ്ട്, കിട്ടാത്തവരുണ്ട്. മൊത്തത്തിൽ ഇമിഗ്രേഷൻ ടൈറ്റാക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എന്തിനാ എത്ര കഷ്ടപ്പെടുന്നത്? കുറച്ച് കഷ്ടപ്പെട്ട ലാംഗ്വേജ് കൊണ്ട് പഠിക്കുക, നേരെ വഴിക്ക് വരിക, ചിലവ് കുറച്ച് വരാൻ നോക്കുക. ഈ കടങ്ങളൊക്കെ നിങ്ങൾ തന്നെ അടയ്ക്കണം. എന്തിനാണ് 12 ലക്ഷം കൊടുത്ത് വന്നിട്ട് എനിക്ക് കരയണോ ചിരിക്കണോ എന്നറിയാത്ത അവസ്ഥയിൽ. സോ അത്രയൊക്കെയാണ് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിച്ചത്. പിന്നെ ഏതിൽ വന്നാലും നല്ല പണിയുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഉള്ളതിൽ ഭേദം എന്ന് പറഞ്ഞാൽ ശനി ഞായർ ലീവുള്ള, പബ്ലിക് ഹോളിഡേയ്സ് നാഷണൽ ഹോളിഡേയ്സ് ഒക്കെ കൃത്യമായിട്ടുള്ള, ഗോൾഡൻ വീക്ക്, സമ്മർ വെക്കേഷൻ, പിന്നെ ന്യൂ ഇയേഴ്സിൻ്റെ ഒരാഴ്ചത്തെ ലീവ്, ഇതൊക്കെ കൃത്യമായിട്ട് തരുന്ന, കൃത്യമായിട്ട് എടുക്കുന്ന കമ്പനി അല്ല. നിങ്ങൾക്ക് ചുമ്മാ ഒരു കമ്പനി ഒരു ഓഫർ കിട്ടിയാൽ നിങ്ങൾക്ക് ചുമ്മാ കോൾ മേടിച്ച് കഴിഞ്ഞാൽ കമ്പനി ഡീറ്റെയിൽസ് കിട്ടും. ഇപ്പം എൻ്റെ കൂട്ടുകാരൻ എൻ്റെ കൂടെ പഠിച്ചവനുണ്ട്. പക്ഷെ അവൻ ഈ കഴിഞ്ഞ മാസമാണ് അവൻ വന്നത്. ഒരു കൊല്ലത്തെ വ്യത്യാസമുണ്ട്. പഠിച്ചിറങ്ങിയിട്ട് 1.5 കൊല്ലം. ഞാനിപ്പോൾ 1 കൊല്ലം കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് അവൻ വന്നത്. എൻ്റെ കൂടെ ഇരുന്ന് പഠിച്ചാണ്. അതാണ് പ്രശ്നം. അപ്പോൾ അവൻ്റെ കമ്പനിയെ കുറിച്ച് അന്വേഷിച്ചു, അതിൻ്റെ ലിങ്ക്ഡിൻ തപ്പി, അതിൽ നിന്ന് 2 ഇന്ത്യക്കാരെ പഠിച്ച് അവൻ ഓൾമോസ്റ്റ് ഒരു ഐഡിയ ഉണ്ട് അവന്. ഞാൻ വന്ന് കയറിയിട്ട് രാവിലെ 6 എന്താണ് ഇത്ര രാവിലെ നേരത്തെ പോണത്, നൈറ്റ് വരുന്നു, ടോട്ടലി ബ്ലാങ്ക് ആയിട്ടാണ് ഞാനൊക്കെ വന്നത്. പക്ഷെ അവൻ അത്യാവശ്യം സ്മാർട്ടായിട്ട് ചെയ്തു. അവൻ അത്യാവശ്യം കണക്ഷൻസ് ഉണ്ടാക്കി. ഓക്കെ, അവൻ മെൻ്റലി പ്രിപ്പയർഡ് ആണ്. പണി ഇതൊക്കെയാണ് ആൾക്കാർ, ഇവിടുത്തെ ആൾക്കാർ ഇങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് കമ്പനി മനസ്സിലാക്കി വരിക. പിന്നെ ഞാൻ ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളൊരു റിട്ടേൺ ആയിട്ട് എനിക്ക് ഈ ജോബ് ഡിസ്ക്രിപ്ഷൻ റിട്ടേൺ ആയിട്ട് തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്, എത്ര മണി തൊട്ട് എത്ര മണി പണി, അങ്ങനത്തെ കാര്യങ്ങളും തരാൻ ഇവർ ബാധ്യസ്ഥരാണ്. അതുപോലത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ലാംഗ്വേജ് നന്നായിട്ട് പഠിക്കുക. പിന്നെ ലാംഗ്വേജ് പഠിക്കുമ്പോൾ എപ്പോഴും ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഒരു ജാപ്പനീസ്
ഒരു നേറ്റീവ് ഉള്ള ഒരാളുടെ അടുത്ത് പോയി പഠിക്കുക. ലാംഗ്വേജ് മാത്രമല്ല, ഇവിടുത്തെ കൾച്ചർ, ഇവിടുത്തെ ഫുഡ്, ഇവിടുത്തെ ആചാരങ്ങൾ, വർക്ക് കൾച്ചർ, ഒരു എപ്പോഴും നേറ്റീവ് ആയിട്ടുള്ള ഒരാളുടെ കയ്യിൽ പഠിക്കുമ്പോൾ ഈവൻ പ്രൊണൗൺസിയേഷൻ, ആക്സെൻ്റ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ചുമ്മാ ഒരു മലയാളി പറയുന്ന പോലെയോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു തൃശ്ശൂർകാരൻ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു എറണാകുളംകാരൻ ജാപ്പനീസ് പറയുന്ന പോലെ പറഞ്ഞിട്ട് കാര്യമില്ല, തിരിയില്ല അവർക്ക്. അതുകൊണ്ടാണ് പറയുന്നത് വീണ്ടും വീണ്ടും നന്നായിട്ട് പഠിക്കുക. മീൻസ് നിങ്ങളിപ്പോൾ എക്സാം പാസ്സായാലും കുഴപ്പമില്ല, മനസ്സിലായില്ലേ? നിങ്ങൾക്ക് സംസാരിക്കലാണ് മെയിൻ. നിങ്ങൾ ഒരു ബ്ലൂ കോളർ കാറ്റഗറിയിൽ വരുന്ന ആൾക്ക് നിങ്ങൾക്ക് എഴുതേണ്ട ആവശ്യം, വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സംസാരിച്ചാൽ മതി, പറയുന്നത് മനസ്സിലാവുക, അതനുസരിച്ച് ചെയ്യുക. അതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ മെന്റലി പ്രിപ്പയർ ആയിട്ട് വരിക, നല്ല പണി ഉണ്ടാവും. പിന്നെ എല്ലാവരും ഭയങ്കര പൊളൈറ്റാന്ന് വിചാരിച്ചിട്ട് വരരുത്. പൊളൈറ്റാണ്, പക്ഷെ മേ ബി ജോലിയിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി സീരിയസ് ആണ്. 1 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ 1 മില്ലിമീറ്റർ ആണ്. 6 മണി എന്ന് പറഞ്ഞാൽ 6 മണി, ഇല്ലെങ്കിൽ 5:55. അവരൊരു 5:50 അവിടെ എത്തും. ആ ഒരു 5:59 നിങ്ങളവിടെ എത്തിക്കണം. പങ്ക്ച്വാലിറ്റി ഭയങ്കര ഇതാണ്. അതുപോലത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നിങ്ങൾ വിചാരിക്കും 1 മിനിറ്റ് അല്ലേ, 1 മില്ലിമീറ്റർ അല്ലേ, നോ കോംപ്രമൈസ്. സ്ട്രിക്റ്റ് ആണ് അവർ. അതുപോലെയാണ് അവർ വർഷങ്ങളായിട്ട് വന്നിട്ടുള്ളതും ചെറുപ്പം തൊട്ടേ ഇവരെ പഠിപ്പിച്ചു വിടുന്നതും. അങ്ങനെയാണ്. എൻ്റെ ടൈമിൽ ഞാൻ റെസ്പെക്ട് ചെയ്യണം, അതുപോലെ നിൻ്റെ സമയം റെസ്പെക്ട് ചെയ്യണം, ടൈമിങ് കീപ്പ് ചെയ്യുക, അതുപോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ. ഇതൊക്കെ ഒരു ജാപ്പനീസ് സ്കൂളിലാണ് നിങ്ങൾ പഠിക്കുന്നെങ്കിൽ, നേറ്റീവ് ആയിട്ടുള്ള ഒരാളുടെ കയ്യിലാണ് പഠിക്കുന്നതെങ്കിൽ, ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് നിങ്ങൾ വണ്ടറിയേണ്ട ഒരു കാര്യമില്ല. ഓൾറെഡി നിങ്ങൾ ട്രെയിൻഡ് ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാൻ ഉദ്ദേശിച്ചത്. മേ ബി കുറച്ച് ലെങ്തി ആയിരിക്കും തോന്നുന്നു, ക്ഷമിക്കുക. അപ്പോൾ മേ ബി ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ എന്നൊരു ഇതിൽ നോക്കുകയാണെങ്കിൽ ഇതെൻ്റെ ലാസ്റ്റത്തെ വീഡിയോ ആയിരിക്കും. ഇനിയിപ്പോൾ കഷ്ടിച്ച് 1 മാസം കൂടി ഉള്ളൂ. 30-ാം തീയതി, നവംബർ 30-ാം തീയതി ലാസ്റ്റ് വർക്കിംഗ് ഡേ. പിന്നെ ഒരു 10-15 ദിവസം ഇവിടെ വിസ തീരുന്നത് ചുമ്മാ കറങ്ങിച്ചെടുക്കാം അങ്ങനെ. അപ്പോൾ അതിനിടയ്ക്ക് ഇനിയിപ്പോൾ എന്തെങ്കിലും ഇതിനിടയിൽ എന്തെങ്കിലും കമൻറ്റ് വരികയാണെങ്കിലോ മേ ബി എനിക്ക് മെസ്സേജ് എന്തെങ്കിലും വരികയാണ്, അത്യാവശ്യം ഒരു വീഡിയോ ചെയ്യാനുള്ള അത്രയും എൻക്വയറി എന്തെങ്കിലും വരികയാണെങ്കിൽ, എന്തെങ്കിലും ഞാൻ മിസ് ചെയ്തതായിട്ട്, ഞാൻ എഴുതി വെച്ചല്ല ഞാൻ പറഞ്ഞു, എന്തെങ്കിലും ഞാൻ മിസ് ചെയ്തതായിട്ട് ഞാൻ തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ അതും കൂടി ആഡ് ചെയ്യാം, അടുത്തൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്, താങ്ക് യു ഫോർ യുവർ ടൈം. അറിയാത്തോ.